أعوذ بالله من الشيطان الرجيم. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. ربنا زدنا علما ربنا زدنا علما ربنا زدنا علما. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളിപ്പം ഹജ്ജിൻ്റെ കാര്യങ്ങളുമായിട്ട് നമ്മളിത് നാലാമത്തേതാണെങ്കിലും പക്ഷേ അസ്രയുമായി നമ്മളത് കൂട്ടുമ്പോൾ നമുക്ക് അഞ്ചാമത്തെയാണ് നമ്മളെ ഈ എക്സ്പീരിയൻസ് ഷെയറിങ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പം ഞാനായാലും അസ്ര ആയാലും പോയത് പ്രൈവറ്റ് ഗ്രൂപ്പിലായിരുന്നു. പിന്നെ നമ്മൾ നസ്രീത്ത ഒക്കെ നമ്മളോട് ഗവൺമെൻറ്റിൽ പോയിൻ്റ് എക്സ്പീരിയൻസ് പറഞ്ഞു, അതൊക്കെ മുമ്പത്തെ ആയിരുന്നു. അപ്പം ഓരോ വർഷവും ഓരോരോ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. എല്ലാവരുടെയും അനുഭവങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരുങ്ങി പുറപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് അത് ഉപകാരം ചെയ്യുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു എളുപ്പാക്കി തരട്ടെ എല്ലാവർക്കും, ആമീൻ. ഏതായാലും നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മളെ ഈ ഒരു കർമ്മം, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് അത് ഒരു ആത്മീയ യാത്രയാണ്, അല്ലേ? ശരീരത്തേക്കാൾ മനസ്സാണ് യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ യാത്ര ചെയ്യുന്ന, അതായത് പ്രായമുള്ള ആളുകളൊക്കെ ഒരു എന്താ പറയുക, ഒരു മടിയില്ലാതെ അല്ലെങ്കിൽ ഒരു ക്ഷീണം പിടിച്ചിരിക്കാതെ കർമ്മങ്ങളൊക്കെ ഉഷാറോടുകൂടി ചെയ്യുന്നത് കാണുമ്പോൾ പ്രത്യേകിച്ചും നമുക്കത് കണ്ണിൻ്റെ മുന്നിൽ നമുക്കത് മനസ്സിലാകുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുങ്ങി തന്നെയാണ് പോകേണ്ടതെന്നൊക്കെ നമ്മൾ പിന്നെയും ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും കാര്യങ്ങളിലൂടെ ഒന്നുകൂടെ നമുക്ക് ഇത് നമ്മളുടെ ഒരു ആത്മീയ യാത്രയാണ്. അതായത് നമ്മൾ പറഞ്ഞു റിഹ്ലത്തുൽ ഖുലൂബ്, അല്ലേ? റിഹ്ലത്തുൽ അർവാഹ് എന്നൊക്കെയാണ് നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങോട്ടുള്ള യാത്രയാണ്? റിഹ്ലത്തു റബ്ബാനിയ. ആരിലേക്ക്? നമ്മുടെ റബ്ബിലേക്കുള്ളൊരു യാത്രയായിരുന്നു അതിലെ. സുബ്ഹാനല്ലാഹ്. തീർച്ചയായിട്ടും പോകാനുള്ളവർ അങ്ങനെ തന്നെ അതിനെ കാണണം. ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ഒരു യാത്രയാണ് നമ്മുടെ റബ്ബിലേക്ക്. പിന്നെ ആ റബ്ബിൻ്റെ ആ ഒരു, അല്ലേ, എല്ലാ കാര്യത്തിലും എനിക്ക് എൻ്റെ റബ്ബ്, ആ ഒരു ഈമാൻ, ഉറച്ച വിശ്വാസത്തിലേക്കാണ് നമ്മൾ പിന്നെ എവിടെയും എന്തൊരു കാര്യത്തിലും നമ്മൾ, അല്ലേ, ഒരു തളർച്ചയോ അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതൊന്നും നമുക്ക് വരാത്ത വിധം, അല്ലേ, റബ്ബിനോടുള്ള ആ ഒരു അടുപ്പം, നമുക്ക് എല്ലാ കാര്യത്തിലും റബ്ബിൽ നിന്നുള്ള ആശ്വാസവും അതുപോലെ തന്നെ സഹായങ്ങളും കിട്ടിക്കൊണ്ട് നീങ്ങുന്ന തരത്തിലുള്ള ആ ഒരു റബ്ബിനോടുള്ള ഒരു അടുപ്പം നമുക്കവിടെ സെറ്റായിട്ടാണ് നമ്മൾ അവിടുന്ന് മടങ്ങേണ്ടത്. ഇൻഷാ അല്ലാഹ്. തീർച്ചയായും നമ്മൾ പറഞ്ഞു, ഈ ഒരു സൂറത്തുൽ ഹജ്ജിൻ്റെ ഒരായത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ലിയശ്ഹദു മനാഫിഅ ലഹും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രയോജനകരമായ കാര്യങ്ങളുണ്ട്, രംഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ വിശദീകരണത്തിൽ പല കാര്യങ്ങൾ കാണാം. തീർച്ചയായിട്ടും ഈ ഒരു ഹജ്ജെന്ന കർമ്മം കൊണ്ട് മനുഷ്യർക്ക്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആത്മീയമായിട്ടും ഭൗതികപരമായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ട് എന്നുള്ളതാണ്. അതാണ് ആ ഒരു കാര്യത്തെ അള്ളാഹു ആ ഒരു ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് അള്ളാഹുമായിട്ടില്ലേ കൂടുതൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മനസ്സുകൊണ്ട്, ഈമാൻ കൊണ്ട്, തഖ്വ കൊണ്ട് നമ്മൾ കൂടുതൽ മഗ്ഫിറത്തിലൂടെ നമ്മൾ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. അതിലൂടെ നമ്മൾ റബ്ബിൻ്റെ പ്രീതി നേടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട അടിമകളായിട്ട് മാറുകയാണ്. ഇത്രയും നമ്മൾ ത്യാഗം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഹജ്ജ് കർമ്മം ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കിക്കൊണ്ട് മടങ്ങുന്ന ഒരാൾക്ക് ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുതേ എന്നുള്ള ഒരു ബോധത്തോടു കൂടി തന്നെയായിരിക്കും പിന്നെ അവരുടെ ജീവിതം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു നേടിയെടുക്കലാണ് അവിടെ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അത് നിലനിർത്താനാണ് ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഭൗതികപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ, ലിയശ്ഹദു മനാഫിഅ എന്ന് പറയുന്നത് പ്രയോജനകരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവിടെ കച്ചവടം നടക്കുന്നതും കാര്യങ്ങൾ, അതേപോലെ പല ആളുകളുമായിട്ട് ഇടപഴകാൻ കഴിയുന്നതും അവരുടെയൊക്കെ, അല്ലേ, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും, അല്ലേ, നമ്മൾ ആരുടെ കൂടെ പോയാലും നമ്മൾ അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു സഫിൽ നിൽക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ ആളുകളായിരിക്കും നമ്മൾ അടുത്തൊക്കെ നിൽക്കുന്നുണ്ടാവുക തിരക്കുള്ള സമയങ്ങളിലൊക്കെ. അപ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന നമ്മളെ അനുഭവങ്ങൾ, അവരോട് സംസാരിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, ഒരുപാട് കാര്യങ്ങളാണ് നമുക്കൊക്കെ പഠിക്കാൻ കിട്ടുന്നത്. അതായത് മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ചിലപ്പം നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആയത്തോ ഒരു ഹദീസോ നമുക്ക് ചിലപ്പം ലാംഗ്വേജ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയും കിട്ടാനുണ്ട്. അതേപോലെ തന്നെ സഹായങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന സഹായങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം. പിന്നെ
നമുക്കറിയാലോ ഈ ഹജ്ജിലൂടെ നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങളാണ് പിന്നീട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലൂടെ അള്ളാഹു ഒരുപാട് അല്ലേ സൂക്ഷ്മത കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നമുക്ക് പോകാൻ വഴികൾ നമുക്ക് പിന്നെ അങ്ങനെ തരും തന്നെ അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ പറഞ്ഞു ഈ ഹജ്ജ് എന്ന ഈ ആത്മീയ യാത്രയിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. ആ 4 കാര്യങ്ങൾ അത് നമുക്ക് നിലനിർത്തേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി പറയാനുള്ളത്. ഏതായാലും നമുക്കറിയാം നമ്മൾ കൊണ്ടുപോയത് നമുക്ക് തഖ്വ തന്നെയാണ്. തഖ്വ കൊണ്ടുപോയവർക്കേ തീർച്ചയായിട്ടും ഈ 4 കാര്യങ്ങൾ കൊണ്ട് മടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അല്ലാതെ നമ്മൾ പോയത് കൊണ്ട് മാത്രം അവിടെ പലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് അല്ലേ നമ്മളല്ല നാവിൽ നിന്നോ എന്തെങ്കിലും ഒന്ന് വിട്ടു പറയുകയോ അല്ലെങ്കിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. കാരണം ആ ഒരു തഖ്വ എന്ന ഒരു കാര്യം കൊണ്ട് നമ്മൾക്ക് മുന്നിലേ വന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് നേരിടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ പറഞ്ഞ 4 കാര്യങ്ങളെയും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവുള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലേ നമ്മൾ അന്ന് ആദ്യം അറിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇനി അല്ലേ ഈ ഒരു കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇനി നാളെ എനിക്കും പോകാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കില്ലേ കുറച്ചുകൂടി നമുക്ക് ഒന്നുകൂടി നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് കുറച്ചുകൂടി ഏത് പോയ ആൾക്കാർക്കും ഒരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യുമ്പോൾ ഇതിലും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ നമുക്ക് ഈ തരത്തിലായിരിക്കില്ല, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകളായിരിക്കും നമ്മളെ അള്ളാഹു നമുക്ക് ഇട്ട് തരുന്നത്. അവിടെയൊക്കെ നമുക്ക് വിജയിക്കാൻ സാധിക്കണം. അല്ലാഹു അക്ബർ. നമുക്ക് ഓർക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പ്രത്യേകിച്ച് അവിടെ നമ്മൾ അല്ലേ നമ്മൾ നാവിൽ കൂടുതലായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു തക്ബീർ നമ്മൾ കണ്ണടച്ചത് കൊണ്ട് നമ്മൾ ആ ജംറയിലേക്ക് പോകുന്ന ആ ഒരു ചൂടും ആ ഒരു വല്ലാത്തൊരു നാവ് ഉണങ്ങി ഇല്ലേ വറ്റി വരണ്ട് എന്ന് തന്നെ പറയാം അല്ലേ. ഒരു തുള്ളി വെള്ളം നമ്മൾ വായിൽ വെച്ച് നമ്മൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. നമ്മൾ പറയാറില്ലേ ദിക്ർ കൊണ്ട് നമ്മുടെ നാവിനെ പച്ചയാക്കി, അതല്ലേ നമുക്ക് അന്നേരം ഓർമ്മ വന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. അന്നേരം നമ്മളിങ്ങനെ അല്ലേ ആ ഒരു കയറ്റത്തിലും പഠിച്ചവനെ ഒന്ന് നഷ്ടപ്പെടുത്തരുതേ, ഇത് നല്ലപോലെ ചെയ്യാൻ പറ്റണേ, എവിടെയെങ്കിലും വീണ് പോകും, അതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിയത്. അല്ലാഹു അക്ബർ അല്ലേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ഊർജ്ജം നമുക്ക് കിട്ടിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. സുബ്ഹാനല്ലാഹ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹജ്ജിനെ അങ്ങനെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുക. നമുക്ക് ഒരുപാട് എന്തൊക്കെയോ ഒരു തൃപ്തി നമുക്ക് ഫീൽ ചെയ്യും. അപ്പം വീണ്ടും റബ്ബിനോട് നമ്മൾ റബ്ബേ ഇത് സ്വീകരിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാനും അതൊരു കാര്യമാകും. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു ഈ ഒരു മഹത്തായ കർമ്മം സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ നമുക്കറിയാം നമ്മൾ ആ ഒരു അള്ളാഹു ആണ് ഏറ്റവും വലുത്, നമുക്ക് എല്ലാറ്റിനേക്കാട്ടിലും ഏറ്റവും വലുത് റബ്ബാണെന്ന ആ ഒരു ബോധം ഉള്ളിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദിക്റിലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും നമ്മൾ ആലോചിക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. നമുക്ക് എന്തിലും വലുതല്ല അള്ളാഹു ആണ്. അള്ളാഹു നമ്മളോട് ഫർദാക്കപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം. റബ്ബേ നിനക്ക് മാത്രമേ എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായാലും ഇത് കംപ്ലീറ്റ് ചെയ്തത് നീ സ്വീകരിക്കപ്പെടാനാണെങ്കിൽ അത് നിന്നിൽ നിന്ന് അങ്ങനെയുള്ളൊരു ചിന്തയിൽ തന്നെയാണല്ലോ. അള്ളാഹു അല്ലാതെ നമുക്ക് മുന്നിൽ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ആ രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ടാവുക. സുബ്ഹാനല്ലാഹ്. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അല്ലേ ഉത്തമ മാതൃകയെന്ന് നമുക്ക് ഖുർആൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ആ ഒരു ജീവിത ചരിത്രത്തിലൂടെയാണ് നമ്മൾ യാത്ര പോകുമ്പോഴും ഞാനിപ്പോൾ ഇതൊക്കെ വീണ്ടും എന്താ നിങ്ങൾ പറയുന്നതെന്ന് വിചാരിക്കും. അത് പറഞ്ഞതിന് ശേഷമായിരുന്നു നമ്മൾ അല്ലേ ആ ഒരു ആയത്തിനെ വിശദമായിട്ട് നമ്മൾ പഠിച്ചത്. ഖാല ലഹു റബ്ബുഹു വസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. എന്തൊരു സന്തോഷമായിരുന്നു ആ ഒരു ആയത്ത് പഠിച്ചപ്പോൾ നമുക്കല്ലേ. അതിന് മുമ്പ് നമ്മൾ ഇത്രയും ഇതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ശരിക്കും ഇബ്രാഹിം നബി അങ്ങനെ ആയിരുന്നു. നീ അനുസരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ റബ്ബേ അനുസരിച്ചിരിക്കുന്നു, അങ്ങനെ ആയിരുന്നു. നമുക്കിതിലൂടെയൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വന്ന് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും അല്ലേ ഒരു ഹജ്ജെന്ന അല്ലെങ്കിൽ ഉംറയൊക്കെ ചെയ്തു വന്ന് നമ്മളുടെ മനസ്സിലും നമുക്ക് ഉണ്ടാവേണ്ടത് ഇതാണ്, റബ്ബ് എന്ത് പറഞ്ഞാലും അതനുസരിക്കാൻ, ഏതൊരു കാര്യത്തിലും ഒരു സംശയവും കൂടാതെ അല്ലേ. അതിപ്പോൾ ശരിയാവോ ഇതിപ്പോൾ ശരിയാവോ അല്ലെങ്കിൽ അതിപ്പം ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. റബ്ബ് പറഞ്ഞു നമ്മളോട് അനുസരിക്കാൻ, റബ്ബ് പറഞ്ഞു നമ്മളോട് ക്ഷമിക്കാൻ, റബ്ബ് നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതിൽ നമുക്ക് എന്തില്ല, ഒരു പ്രത്യേകിച്ച് നമ്മൾക്ക് കൂടുതൽ പിന്നെ വേറെ ചിന്തിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരാത്ത വിധം റബ്ബ് പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ അനുസരിച്ചിരിക്കുന്നു. ആ രീതിയിലേക്ക് ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഈ ഹജ്ജിലൂടെയൊക്കെ പ്രത്യേകിച്ചും നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ ആണ് ഞാൻ പറയുന്നത്. അത് നമ്മളെ വിലയിരുത്താൻ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളെ തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമ്മൾ അവിടേക്ക് നമ്മളെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്.
ഏതായാലും നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അവിടുന്ന് മീനാ ടെൻറ്റിലിരിക്കുമ്പോൾ ഉസ്താദ് ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും നമ്മളെ കൊണ്ട് വായ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ മ്യൂട്ടായതുകൊണ്ട് എല്ലാവർക്കും പറയാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. സുബ്ഹാനല്ലാഹ്, എന്തായാലും എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കെ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്. തഖ്വയുമായി പുറപ്പെട്ട അല്ലേ, നമുക്ക് 4 കാര്യങ്ങളാണ് നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് തഖ്വ തന്നെയാണ്, രണ്ടാമത്തേത് ഈമാനാണ് അല്ലേ. ഈമാൻ നമ്മൾ പറഞ്ഞു ഉറച്ച വിശ്വാസം അല്ലേ, എന്തിനും ഏതിനും എൻ്റെ റബ്ബുണ്ടെന്ന, എൻ്റെ കൂടെ ഉണ്ട്, ഇവിടെ എന്തായാലും എന്താ, എനിക്ക് എന്തിനും എൻ്റെ റബ്ബുണ്ട് അല്ലേ, തീർച്ചയായിട്ടും എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം. മൂന്നാമത്തേത് മഗ്ഫിറത്ത്, തഖ്വ, ഈമാൻ, മഗ്ഫിറത്ത് അല്ലേ. മഗ്ഫിറത്ത് പാപമോചനം, എല്ലാം കഴുകി ശുദ്ധിയാക്കിയ ആ തരത്തിലുള്ള നമ്മൾ അല്ലേ, ഒരു കുഞ്ഞു പ്രസവിച്ച കുഞ്ഞിനെ പോലെ എന്ന് പറയുമ്പം കേൾക്കാൻ തന്നെ എന്തൊരു സുഖമാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്, അത്തരത്തിൽ അല്ലേ ആയി തീർന്നാൽ, അപ്പോൾ ഈ 3 കാര്യങ്ങളും നേടിയെടുത്താൽ കിട്ടുന്നതാണ് സ്പെഷ്യലായിട്ട് സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന ആ ഒരു നൂർ. 4 കാര്യങ്ങളായില്ലേ, തഖ്വ, ഈമാൻ, മഗ്ഫിറത്ത്, നൂർ. അപ്പോൾ ആദ്യത്തെ പറഞ്ഞ 3 കാര്യങ്ങളും കിട്ടുമ്പോഴാണ് എന്താണ് ആ കിട്ടിയവർക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യലായിട്ട് റബ്ബ് നൽകുന്ന ഒരു പ്രകാശമാണ് ആ ഒരു നൂറ്. അപ്പം ആരിൽ നിന്നാണത് കിട്ടുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്, നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നൂറിന് അലാ നൂർ എന്നാണ് പറയുന്നത് അല്ലേ. പ്രകാശത്തിന് മേൽ പ്രകാശം, അതാണ് റബ്ബിൻ്റെ പ്രകാശം എന്ന് പറയുന്നത്. ആ പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത് അല്ലേ. സുബ്ഹാനല്ലാഹ്, വേറെ ഒന്നും നമുക്ക് വേണ്ട. ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തീർച്ചയായിട്ടും റബ്ബ് പ്രത്യേകം പറയുന്നില്ലേ, യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ. അള്ളാഹു പ്രകാശത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നവരെ മാത്രമേ നയിക്കുള്ളൂ. എല്ലാവർക്കും ഒന്നും ആ പ്രകാശം കിട്ടിക്കൊള്ളുന്നില്ല. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു അള്ളാഹുവിൻ്റെ ഒരു പ്രകാശം ലഭിച്ചവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ, ഇത് നിലനിർത്തുന്നതിൻ്റെ കാര്യങ്ങൾ, അതിൽ നമ്മൾ പ്രത്യേകം ഒരു നമസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്. കാരണം ഒന്നാമത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ നമസ്കാരം തന്നെയാണ്. അത് സമയത്തിന് അല്ലേ, എല്ലാ കാര്യം അതിൽ നമ്മളറിയാം. നമ്മൾ അവിടെ ആയിരുന്നപ്പോൾ നമുക്ക് സമയത്തിന് മുന്നേ നമ്മൾ പുറപ്പെടുമായിരുന്നു അല്ലേ. നമ്മൾ ഹറമിലേക്ക് നമ്മളെങ്ങനെയാണ് സാധാരണ പോവുക, അവിടുന്ന് നമ്മൾ ബാങ്ക് വിളിച്ചിട്ടല്ല നമ്മൾ പുറപ്പെടുക അല്ലേ. നമ്മൾ നേരത്തെ പുറപ്പെടും. എന്നിട്ടോ ഇപ്പം അസറിന് പുറപ്പെട്ടാൽ അസറും അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അല്ലേ, നമ്മൾ ഹറമിൽ തന്നെ ഇരുന്നു കൊണ്ട് മഗ്രിബും ഇശാവും ഒക്കെ നമസ്കരിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. ഫജറിനോ നമ്മൾ നേരത്തെ പുറപ്പെടും അല്ലേ. സുബ്ഹാനല്ലാഹ്, നമുക്ക് നല്ലൊരു പ്ലേസ് കിട്ടണം, നമ്മളതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ പുറപ്പെട്ടു പോവുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് നാട്ടിലെത്തി നമ്മളെ വീട്ടിലെ കാര്യങ്ങളും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എവിടെയാണ്, നമുക്ക് എന്തൊക്കെയോ സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുന്നുണ്ടോ, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാം അല്ലേ. നമ്മൾ നേരത്തെ പുറപ്പെട്ടില്ലെങ്കിൽ പോലും ബാങ്ക് വിളിക്കുന്ന സമയത്ത് അല്ലേ, ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ് അല്ലേ, വിജയത്തിലേക്ക് വരൂ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോൾ എന്നെ റബ്ബ് വിളിച്ചു അല്ലേ. നമ്മൾ ഹജ്ജിന് അങ്ങനെയാണ് പുറപ്പെട്ടത്, റബ്ബിൻ്റെ വിളി കിട്ടി അല്ലേ, നമ്മളുടെ റബ്ബിൻ്റെ അതിഥികളായാണ് നമ്മൾ അങ്ങോട്ട് പോയത്. ഇതും നമ്മുടെ വിളി തന്നെയാണ് സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വിളിയാണ് സുബ്ഹാനല്ലാഹ്. അപ്പം അത് നിലനിർത്തേണ്ടതിലേക്ക് നമ്മൾക്കറിയാം. ഈ ഒരു നൂറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ദുആ ഇപ്പം എന്നും തന്നെ അല്ലേ, നമ്മളെ ഗ്രൂപ്പിൽ നമ്മളെ തബ്ഷീം ഫബിത്തയൊക്കെ ഇടുന്ന ഒരു ദുആ നമ്മളെല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടാവും അല്ലേ. അതിൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ശരിക്കും പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നായിട്ടാണ് സുന്നത്തിൽ വന്നിട്ടുള്ളതെങ്കിൽ കൂടി നമ്മളത് എപ്പോഴും അത് കാണുമ്പോഴൊക്കെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന അല്ലാഹുമ്മ ഇജ്അൽ ഫീ ഖൽബി നൂറ വഫീ ബസരി നൂറ വഫീ സമഇ നൂറ വഅൻ യമീനി നൂറ وعن يساري نورا فوقي نورا وتحتي نورا وأمامي نورا وخلفي نورا واجعل لي نورا وعظم لي نورا. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ എവിടെയൊക്കെ ഇത് നമ്മളിങ്ങനെ പറയുമല്ലേ, എവിടെയൊക്കെ നമുക്ക് വെളിച്ചം തരണേ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ എന്താ പറയുക, എൻ്റെ കേൾവിയിൽ, എൻ്റെ കാഴ്ചയിൽ, എൻ്റെ മുൻഭാഗത്ത്, എൻ്റെ വലതുഭാഗത്ത്, എൻ്റെ ഇടതുഭാഗത്ത്, പിൻഭാഗത്ത്, സുബ്ഹാനല്ലാഹ്, എൻ്റെ നഫ്സിലും എൻ്റെ ഉള്ളിലും എൻ്റെ ഹൃദയത്തിലും നീ വെളിച്ചം നൽകണമേ റബ്ബേ. നിൻ്റെ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു നൂറിന് എനിക്ക് തരണമേ എന്ന് സുബ്ഹാനല്ലാഹ്. ആ വെളിച്ചത്തെ എനിക്ക് മഹത്വമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളത് ഈ ഒരു നമ്മുടെ ഗ്രൂപ്പുകളിൽ ദുആ ഗ്രൂപ്പ് എന്ന് പ്രത്യേകം ഒരു ഗ്രൂപ്പ് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് മിസ്സായി പോവാതിരിക്കാൻ. അപ്പോൾ നമ്മളത് ഇങ്ങനെ കാണുമ്പോൾ വെറുതെ വിടരുത് കേട്ടോ. തീർച്ചയായിട്ടും ആ ഒരു ഇതാ നമ്മൾ പറയുന്നെ വേണം. നമുക്കിങ്ങനെ ഓരോ ദുആകൾ നമ്മൾ ഇങ്ങനെ ആ ഗ്രൂപ്പ് തുറക്കുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ കാണുന്ന ദുആകൾ നമ്മൾ താനേ പറഞ്ഞു പോകും. അത് സത്യമാണ്. നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരു ഗ്രൂപ്പും കൂടി തുടങ്ങിയത് വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്ക് നമ്മൾ തുറന്നു നോക്കും, അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് ദുആ ഇട്ടത് നമ്മൾ കൊണ്ട് അല്ലേ. നമുക്ക് പരിചയമുള്ള ദുആകളാകുമ്പോൾ കുറച്ചുകൂടി ഭയങ്കര സന്തോഷം. മറ്റേത് നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടിയും ശ്രമിക്കുക തീർച്ചയായിട്ടും. അപ്പോൾ ഒരു നൂറിനെ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ ജുമക്ക് പോകുന്നവരുണ്ടാവും, അല്ലാതെയൊക്കെ പോകുന്നവരുണ്ടാവും. ഈ ഒരു ദുആ അല്ലേ നമ്മൾ പഠിക്കുകയും അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക. അല്ലാഹു ആ ഒരു നൂറ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.
അപ്പോൾ നമ്മൾ അതൊക്കെ കിട്ടണമെങ്കിൽ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ നമസ്കാരം എന്ന് പറയുന്നത് നമ്മളൊരു പിറ്റത്തേക്ക് അല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നത്തേക്ക് എന്ന് വെക്കുന്ന ഒരു രീതിയിൽ ആയി മാറരുത് ഒരിക്കലും. കാരണം നമുക്കറിയാം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത അല്ലെ, അത് സമയം നിർണ്ണയിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുകയെങ്കിൽ ഒരു ഹാജിയായ ഒരു അല്ലേ മനുഷ്യൻ ഇനിയിപ്പം അത് ആ ഒരു നമസ്കാരത്തിൻ്റെ ഒരു സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതല്ലെങ്കിൽ ഒന്ന് പിന്നത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുന്നൊന്ന് ആലോചിച്ച് നോക്കുക. അസ്തഗ്ഫിറുല്ലാഹ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണല്ലേ അതല്ലെങ്കിലും അതെ, നമ്മളിതിന് ഹജ്ജിന് ശേഷമാണെങ്കിലും അതെ. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെയൊക്കെ നമ്മൾ എത്രത്തോളം അല്ലേ ആവേശമായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പല കാര്യങ്ങളിലും വീട്ടിലെ കാര്യങ്ങളും അത് ഇത് എന്തൊക്കെ ആയിക്കോട്ടെ, നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി നമസ്കാരത്തിന് തന്നെ ആയിരിക്കണം. നമ്മളത് പിന്നത്തേക്ക് എന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നില്ല എന്നോ ഒന്നും നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ആദ്യം അത് ചെയ്യുമ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ഷീണം തീർക്കുകയോ നമ്മുടെ പണിയെടുക്കുകയോ ഒക്കെ ചെയ്യും. റബ്ബ് അതിൽ നമുക്ക് ബറക്കത്തേ നൽകുകയുള്ളൂ. അപ്പോൾ നമ്മളെ മാത്രമല്ല നമ്മളെ നമസ്കാരം നമ്മൾ നിലനിർത്തുന്നതിന് അല്ലേ, നമ്മളെ വീട്ടിൽ അത് നിലനിർത്തേണ്ട ഒരു അതുകൂടി ഉണ്ട്. പ്രത്യേകം നമ്മൾ സാധാരണ നേരവും പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നമസ്കരിക്കുന്ന നമ്മൾ സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിനായിട്ടൊരു സ്ഥലം നമ്മളെ വീട്ടിൽ നമ്മൾ മാറ്റി വെക്കണം. നമ്മൾ വേറെ പലതരം നമ്മൾ റൂമുകൾ ഉണ്ടാവും അല്ലേ, സ്റ്റഡി റൂം ഉണ്ടാവും, നമുക്ക് ലൈബ്രറി റൂം ഉണ്ടാവും. ഇപ്പം പുതിയ വീടുകളിലൊക്കെ അല്ലേ സിറ്റിംഗ് റൂം 2 തരത്തിലുള്ളതുണ്ടാവും. പക്ഷേ നമസ്കരിക്കാനും നമ്മളൊരിടം നമുക്ക് ഏറ്റവും നല്ലതാക്കി നമ്മളൊരു അതിനായിട്ട് റൂമോ എന്നുള്ളതല്ല, അതിനേക്കാളുപരി നമുക്കതിനൊരു നമസ്കരിക്കാൻ ഒരു ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ കുട്ടികൾ നമ്മൾ എവിടെയാണ് നമസ്കരിക്കുക, ആ റൂമിലോ ഈ റൂമിലോ എന്നല്ല, ഒരു വുദു എടുത്ത് ബാങ്കിൻ്റെ സമയമായാൽ മക്കൾ വന്ന് നമ്മളെ പിന്നിൽ നിൽക്കുന്ന തരത്തിൽ ആ ഒരു നമ്മളൊരു എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമ്മളതിന് ഒരുക്കമുണ്ടാക്കി വെക്കുക തന്നെ ചെയ്യണം തീർച്ചയായിട്ടും. അള്ളാഹു എന്താ പറയുക നമ്മളോട് അത്രയും അല്ലേ നമുക്ക് കിട്ടുന്നൊരു ഇതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് എന്താ കിട്ടാനുള്ളത് അല്ലേ. സുബ്ഹാനല്ലാഹ്, മക്കളൊക്കെ നമസ്കരിക്കുന്ന അപ്പോൾ ഒരു ഭാഗത്ത് നമസ്കരിക്കുന്ന നമ്മളൊരു ഭാഗത്ത് നമസ്കരിക്കുന്നു, അങ്ങനെ ആയി പോകരുത്. അവർ നമസ്കരിക്കുന്ന നമ്മൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ചാക്കി തന്നെ ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മൾ സ്ത്രീകളായതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പം പിന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളി ആയിട്ടുള്ള ബന്ധം അവർക്ക് കൂടുതൽ നിലനിർത്തേണ്ട ഒരു ഇതാണ് അവിടെ വരുന്നത്. സുബ്ഹാനല്ലാഹ്, അപ്പോൾ ആ ഒരു കാര്യം. പിന്നെന്താണ്, നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒന്ന്, അതായത് ഒരു മുഅ്മിൻ്റെ ജീവിതത്തിന് ലക്ഷ്യവും ഉണ്ട് അതേപോലെ മാർഗവും ഉണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ റബ്ബിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞല്ലോ, അതാണ് റബ്ബാണ് റബ്ബിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതായത് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള റബ്ബിൻ്റെ തൃപ്തി അല്ലേ, പരലോക മോക്ഷം, സ്വർഗം എന്ന മഹത്തായ അനുഗ്രഹം, അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. സുബ്ഹാനല്ലാഹ്, അപ്പം അതിലേക്കാണ് നമുക്ക് മാർഗം കാണിച്ചു തന്നിട്ടുള്ളത്. അതാണ് നമ്മൾ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. ഈ ഒരു നമസ്കാരത്തിൽ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ചിന്ത നമ്മൾക്ക് വിട്ടുപോകരുത് ഒരിക്കലും. നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ നമസ്കാരത്തിൽ നമ്മളെ ഖുശൂ നമ്മൾ ഏറ്റവും നിലനിർത്തേണ്ട കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്ത് തന്നെ നമ്മളെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയാൽ നമ്മളൊരു ജിഹാദിൻ്റെ മാർഗത്തിലെങ്കിലും ആയിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഞാനടക്കം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അപ്പോൾ അവിടെ നമ്മൾ അല്ലേ ഈ ഒരു ദുആ നമ്മൾ അല്ലേ നമുക്ക് ഏറ്റവും വേണ്ടതായ ആ ഒരു സന്മാർഗത്തിനെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കട്ടെ. റബ്ബേ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അത് ചോദിക്കണം തീർച്ചയായിട്ടും. ഓക്കെ, നമസ്കാരം നമ്മൾ സൂക്ഷിക്കുന്നവരാണ്, അത് നമ്മൾ ഏറ്റവും ആ ഒരു ഇതിലൂടെ നമുക്ക് പ്രകാശം നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതിൽ നമുക്ക് ഏറ്റവും അല്ലേ നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു വഴി, അതായത് നമ്മുടെ ആ ഒരു മാർഗം, അതായത് ആ സിറാത്തുൽ മുസ്തഖീം, അത് നമ്മൾ ചോദിക്കുമ്പോൾ അല്ലേ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുക. ഇനി അങ്ങോട്ട് ഒരിക്കൽ പോലും മനസ്സ് തെറ്റിപ്പോവാതിരിക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പം ഈ സന്മാർഗത്തിൽ പെട്ടതാണ് ഈ കാര്യങ്ങൾ. നമ്മൾ റബ്ബിനോട് ചോദിച്ച ആ ഒരു സന്മാർഗം, അതിൽ ആ ഒരു സന്മാർഗം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ. ഓക്കെ, അത് നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് നമ്മൾ നിലനിർത്താൻ തന്നെ നമ്മൾ പഠിക്കണം. അതിന് നമ്മൾ പറഞ്ഞ നമസ്കാരം, പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ റബ്ബ് സൂറത്തു ഹജ്ജിൽ അല്ലേ 1-ാമത്തെ ആയത്തിൽ പറയുന്നത് തന്നെ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും എന്നാണ്. മനുഷ്യരെ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുവിൻ എന്ന് ആദ്യത്തെ ആയത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ. അവിടെ ആ ഒരു സൂറത്ത് ഹജ്ജ് എന്ന പേരിട്ടുകൊണ്ട് ആ ഒരു സൂറത്തിൽ ആദ്യം തന്നെ അത് പറഞ്ഞുകൊണ്ട് പിന്നെ പറയുന്നത് എന്താണ്,
ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. കാരണം നമ്മുടെ ഖിയാമത്ത് നാൾ, അതായത് നമുക്കൊരു ഏറ്റവും വലിയ ഒരു അവസാനം വരാനിരിക്കുന്നു അല്ലേ, ആ ഒരു ചിന്ത. നമ്മൾ ഇന്ന് ദുനിയാവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിട്ടുപോകും. നമ്മൾ ഇന്നത്തെ ആ ഒരു അലങ്കാരങ്ങളിലേക്ക്, ചിലപ്പോൾ നമ്മൾ സന്തോഷങ്ങളിലേക്ക് നമ്മൾ കണ്ണു പോകുമ്പോഴും പഠിച്ചോനെ എന്നുള്ളൊരു നമുക്ക് തിരിച്ചു പോകാനുള്ളവരാണ് നമ്മൾ എന്നുള്ള എപ്പോഴും നമ്മളുടെ ഒരു ഉൾവിളി ഉണ്ടല്ലോ. ഒരു മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുന്നവനാണ് ഏറ്റവും നല്ല വിശ്വാസി എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പം മരിക്കുമോ അപ്പം മരിക്കും അതാ ബേജാറാവാന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളുടെ ഓരോ സ്റ്റെപ്പിലും നമ്മളുടെ ആ ഒരു മരണം എന്നൊരു കാര്യത്തിനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളുടെ സ്റ്റെപ്പിൽ ഒന്നും തെറ്റുകൾ വരുത്താതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു തഖ്വ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അതിനെ നിലനിർത്താൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലാതെ അത് ആലോചിച്ച് ബേജാറായി ടെൻഷൻ അടിച്ച് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് തീർച്ചയായും ആദ്യ സമയത്തെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പിന്നീട് അവിടെ പറയുന്നത്. ഇന്ന ജൽജലത്തെ സാദി ഷെയ്ഖുൻ അലീം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തായാലും ആ ഒരു മരണം എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതും നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ കിട്ടിയ 4 കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അതായത് തീർച്ചയായിട്ടും അന്ത്യനാളത്തിനെ കുറിച്ച് ഓർക്കുന്നവർക്ക്, തൻ്റെ മരണത്തെക്കുറിച്ച് റബ്ബിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നവർക്ക്, സുബ്ഹാനല്ലാഹ് അല്ലേ, നമ്മുടെ മരണം, അന്ത്യനാള്, അതിനുശേഷം റബ്ബിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ആ ഒരു ദിവസം നമ്മളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തൊക്കെയായിരിക്കും റബ്ബേ, എങ്ങനെയായിരിക്കും നമ്മുടെ തുലാസിൻ്റെ കനം, ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ ഷാഹിദ ചോദിക്കുന്നത് പോലെ ബോക്സിൽ വല്ലതും നിറച്ചോ അന്ന് ബോക്സ് ഇങ്ങോട്ട് തുറക്കും നമ്മൾ ഇന്ന് നിറച്ചു വെച്ച ബോക്സ് ആയിരിക്കും, ബോക്സിൽ നിന്ന് എന്തൊക്കെയോ എവിടെയൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവുമോ. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഇങ്ങനെ ചിന്തിച്ച് ഒന്നും നഷ്ടപ്പെട്ടു പോയല്ലേ റബ്ബേ എന്ന് ആലോചിച്ചുകൊണ്ട് കിട്ടിയതെല്ലാം നല്ലപോലെ അതിനകത്ത് പൊടി തട്ടി അവിടെ തന്നെ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കൊണ്ട് നീങ്ങുന്നവരുടേതൊന്നും ബോക്സിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കുക ഇത് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ണിൽ നമുക്കിങ്ങനെ ഇപ്പോൾ ബോക്സ് ഇന്നുള്ളതല്ല എങ്കിൽ കൂടി നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ. സുബ്ഹാനല്ലാഹ്. റബ്ബിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്നതും തല ഉയർത്തി നമുക്ക് നിൽക്കാൻ സാധിക്കണം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് ബോക്സിൽ നിറയെ സംഗതികൾ വേണം, ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്. അറിവില്ലായ്മ മൂലമൊക്കെ എന്തൊക്കെയോ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്നുണ്ട്. അള്ളാഹു പുറത്തെരുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം റബ്ബ് സ്വാലിഹായ അമലാക്കി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാളെ നമ്മുടെയൊക്കെ ബോക്സ് തുറക്കുമ്പോൾ അത് നിറയെ നല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന നമുക്ക് നമുക്കെല്ലാത്തിനും മാർക്കിടുന്ന ഗ്രീൻ ടിക്ക് ഇടുന്ന തരത്തിലുള്ള കർമ്മങ്ങളാക്കി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഈ ഒരു മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, അതാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്നുള്ളത്. നമ്മൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയല്ലോ. ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരോടും പൊരുത്തപ്പെടിച്ച് ഒരു മരണത്തിന് ഒരുങ്ങുന്ന പോലെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അത്ര തന്നെ ഇല്ലാന്ന് തോന്നും. മുമ്പൊക്കെ ഭയങ്കര ഇതായിരുന്നു ആ ഒരു കാര്യത്തിൽ. എല്ലാവരെയും പോയി കണ്ട് ഇപ്പൊക്കെ പിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞും അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടും ഒക്കെ, പിന്നെ എന്നാലും നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അത് നമ്മൾ പിന്നീടും പൊരുത്തപ്പെടിക്കാനുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് നോക്കിക്കൊണ്ട്, കാരണം പ്രത്യേകം ഉസ്താദ് ക്ലാസ്സിൽ പറയുന്നുണ്ടായി, ഞാൻ അത് പിന്നെയും കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു വല്ലാതെ ശരിക്കും അത് ശരിയാണല്ലോ എന്ന് ഇന്നലെ പോലെ എനിക്ക് തോന്നിപ്പോയി. സുബ്ഹാനല്ലാഹ്. അതായത് ഹാജിമാരെടുത്ത് ഇബ്ലീസ് വല്ലാണ്ട് വരുന്ന കളിക്കുമെന്ന്. കാരണം അവരെ വല്ലാണ്ടൊന്നും പിടുത്തം കിട്ടൂല, അവർ ഭയങ്കര സൂക്ഷിക്കുമല്ലോ. അപ്പം വിചാരിക്കാത്ത തലത്തിലേക്കായിരിക്കും ചിലപ്പം പിടിക്കാൻ നോക്കാന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് നമ്മളിങ്ങനെ തോന്നി. നമ്മളിങ്ങനെ എന്താ നമ്മളിലേക്ക് വരികയെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലിമ്രാനിലെ ലാസ്റ്റിലായിട്ട് പറയുന്ന പോലെ സ്വാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ പറയണല്ലോ. വിജയികളാണ് തീർച്ചയായിട്ടും ക്ഷമിക്കുകയും ക്ഷമയിൽ മികവ് കാണിക്കുകയും അത് മാത്രം പോരാ കെട്ടിക്കാത്ത് നിൽക്കുകയും വേണം. അതിൽ യുദ്ധത്തിനെ കുറിച്ചാണ് പറയുന്നെങ്കിൽ നമ്മളോട് എന്താ പറയുന്നത് അതിലൂടെ? അതായത് എന്താ നമ്മുടെ നേരെ വരിക എന്ന് അതിനുള്ളത് നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കണം എന്നാണ്. എന്താണോ നമ്മളെ നേരെ വരാൻ പോകുന്നത് നമുക്കറിയില്ല. അവിടെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിനെ ചെറുത്ത് നമ്മളിലേക്ക് വരുന്ന ഒരു ഷെറിനെ നമുക്ക് തോൽപ്പിച്ചിട്ട് നമുക്കതിനൊന്നും വഴിപ്പെടുന്നവരല്ല, ഇബ്ലീസിൻ്റെ ഒരു തന്ത്രത്തിനും നമ്മൾ വഴിപ്പെടുന്നവരല്ല എന്നുള്ളത് നമ്മളെ പ്രൂവ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. സുബ്ഹാനല്ലാഹ്. നമുക്ക് വീട്ടിനുള്ളിലായിരിക്കാം നമുക്ക് പലതരം വിഷയങ്ങൾ വരിക. നമ്മൾ കുറച്ചുകൂടി ഹാജിയായി കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുമായിരിക്കും. പക്ഷെ അപ്പോൾ കിട്ടുക എവിടെ നിന്നായിരിക്കും? ഏറ്റവും എളുപ്പത്തിൽ നമ്മളെ പിടിക്കാൻ നോക്കുക നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ വളരെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഞാൻ
ഞാനടക്കം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരാളും വിചാരിക്കരുത് ഇതെല്ലാം എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും സൂക്ഷ്മത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള ഒരു ഉറപ്പുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാം ജീവിതം. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇനി നമ്മൾ ഒരു മരണത്തിലേക്ക്, നമ്മൾ ഹജ്ജിനായിരുന്നു ഒരുങ്ങിയതെങ്കിൽ ഇനി നമ്മൾ ഒരുങ്ങേണ്ടത് മരണത്തിലേക്കുള്ള അല്ലേ അതിനുള്ള ഒരുക്കം തന്നെയാണ്. അപ്പം നമ്മൾ എല്ലാം അല്ലേ മഗ്ഫിറത്ത് ലഭിച്ചു, നമ്മളതെല്ലാം കഴുകി ശുദ്ധിയാക്കിയ പോലെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പോകാൻ പറ്റണ്ടേ? പിന്നെയും നമ്മൾ അതിനകത്തോട്ട് വല്ലത് അല്ലേ എന്താ പറയുക കച്ചറയും പൊടിയും ഒക്കെ ആക്കി അല്ലേ അതിനെ വൃത്തികേടാക്കാൻ നമ്മളാരും നിൽക്കാൻ പാടില്ല. അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ആമീൻ. അപ്പോൾ അതിലേക്ക് അങ്ങനെ തന്നെ ഒരുങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് കാര്യത്തിലും നമ്മളല്ലേ പ്രാർത്ഥന അത് നിർബന്ധമാണ് അല്ലേ. എന്ത് കാര്യത്തിനും നമ്മൾ റബ്ബിനോട് ചോദിച്ച് പറഞ്ഞ് അങ്ങനെയാണ് നമ്മൾ നീങ്ങേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാര്യങ്ങളും ദുനിയാവിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ എല്ലാം നമ്മൾ പറയുമ്പോഴും മറക്കാതെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾക്ക് ഏറ്റവും നല്ലൊരു മരണത്തെക്കുറിച്ച് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. നമ്മളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷയെ ചോദിക്കണം, അതോടൊപ്പം തന്നെ നമുക്ക് സ്വർഗം ചോദിക്കണം. അതൊക്കെ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അല്ലാഹുമ്മ അസ്അലുക ഹുസ്നുൽ ഖാത്തിമ. ഒരു ദുആ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഏറ്റവും നല്ലൊരു അവസാനം റബ്ബേ എനിക്ക് നൽകണമേ എന്നുള്ള നമ്മളതിങ്ങനെ ആഗ്രഹിക്കണം. നമ്മളിങ്ങനെ ആ ഒരു പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിലോട്ട് വരണം റബ്ബേ. നമ്മളിങ്ങനെ ഇഷ്ടപ്പെടുന്ന മരണങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഓരോ തരത്തിലുള്ള മരണങ്ങളായിരിക്കും. ചിലർ സുജൂദിൽ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കും, ചിലർ സ്വതക്ക നൽകിക്കൊണ്ട് നല്ലൊരു അമലുകൾ ചെയ്തുകൊണ്ട്, അങ്ങനെ ചിലർ വിചാരിക്കും നല്ല വാക്കുകൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ട്, ഇതുപോലെ ഖുർആൻ ഒക്കെ സംസാരിച്ചുകൊണ്ട് നമ്മൾ ചിലരൊക്കെ കാണലില്ല ഇങ്ങനെ നമസ്കാരത്തിൽ ഇമാമൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുക, സുജൂദിലിരിക്കുക, ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് പോകാറുണ്ട് അല്ലേ. ആഗ്രഹം കൊണ്ട് മാത്രമായില്ല, നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം എപ്പോഴും പറയുന്നത് പോലെ സുബ്ഹാനല്ലാഹ് നമുക്കൊക്കെ വേണ്ടത് പ്രാർത്ഥനയോടൊപ്പം നമ്മളുടെ പ്രവർത്തനങ്ങളും. അത്തരത്തിൽ നമുക്ക് മരിക്കാൻ പറ്റണമെങ്കിൽ ഏറ്റവും നല്ല മുഅ്മിനായിട്ട് ഏറ്റവും തഖ്വയോട് കൂടിയിട്ട് തന്നെ ഇതെല്ലാം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അല്ലാഹു നമ്മളെല്ലാവരുടെയും ദുആ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുസ്നുൽ ഖാത്തിമ അല്ലേ, ദുആ മറക്കരുത്. അതേപോലെ തന്നെ അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനന്നാർ, നരകത്തിൽ നമ്മളെ പേടികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുആ. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത്ത് അല്ലേ, നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട് റബ്ബിനടുത്ത്, എന്നാലും ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുക ഒരു കാര്യത്തിൽ. അല്ലാഹു കൂടുതൽ നമ്മൾ ചോദിക്കുക. ഇപ്പം പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ അതിനേക്കാൾ കൂടുതൽ ചോദിക്കുക എന്നുള്ളത്. ജന്ന മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ചോദിക്കുക എന്ന് പറയുന്ന ഉസ്താദ് നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നുണ്ടായിരുന്നു ക്ലാസ്സിൽ. അതായത് അതിനേക്കാൾ കൂടുതൽ എന്ന് പറയുന്നത് സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും അല്ലേ മുന്നിൽ നിൽക്കുന്നത് എന്താണ് നമുക്ക് കിട്ടാനുള്ള അല്ലേ എല്ലാവർക്കും അറിയാം, അല്ലാഹുവിൻ്റെ വജ്ഹ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലേ. അത് നമ്മൾ ആഗ്രഹിക്കണം, അത് നമ്മൾ റബ്ബിനോട് ചോദിക്കുക തന്നെ വേണം. റബ്ബേ സുബ്ഹാനല്ലാഹ് നമുക്കറിയാം സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് നമ്മൾ യാസീനിൽ ഓതുമ്പോൾ നമ്മൾ പറയലില്ലേ, പറയണം കേട്ടോ. കാരണം റബ്ബേ നിന്നിലുള്ള നേരിട്ടുള്ള സലാം അതെനിക്ക് കിട്ടണം, അതാണ് ഏറ്റവും മഹത്തായ അനുഗ്രഹം. സുബ്ഹാനല്ലാഹ് എല്ലാം കിട്ടണം നമുക്ക്, ഇതാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അപ്പം നമ്മൾ എല്ലാം ചോദിക്കണം റബ്ബിനോട്. എന്താ നമുക്ക് എന്തിനാ നമ്മൾ പിന്നെ നമ്മൾ ചോദിക്കാൻ പഠിക്കുന്ന എന്തും തരാൻ പറ്റുന്ന റബ്ബാണ്. എന്തൊരു അനുഗ്രഹങ്ങളും നമ്മൾ ചോദിക്കുന്നതിനെല്ലാം തരാൻ നമ്മുടെ റബ്ബ് റെഡിയാണ്. നമുക്ക് ചോദിക്കാനാണ് ഇതിപ്പോൾ എനിക്ക് കിട്ടുമോ, ഞാനിപ്പോൾ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് അതിന് മാത്രമൊക്കെ അല്ലേ നമ്മളുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ റബ്ബിൻ്റെ പ്രിയപ്പെട്ട അടിമകളാണ് നമുക്ക് അല്ലേ. ഇബാദുർ റഹ്മാൻ അല്ലേ, അള്ളാഹു പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരെ ആ കൂട്ടത്തിലുള്ളൂ. സാബിഖോനുകളല്ലേ, ഖലീലും മിനൽ ആഖരീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നാണ്. പക്ഷേ നമുക്ക് ആഗ്രഹിക്കണം, നമ്മൾ ചോദിക്കണം, നമുക്ക് അതിൻ്റെ ആ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരിൽ നമ്മൾ ഉണ്ടാവണം. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കുക. അതപ്പം നല്ല മരണത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ വജിന് വേണ്ടി ഒക്കെ നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും സമയമില്ലാതെ ദുആ ചെയ്യാതെ നമ്മളാരും ഞാനടക്കം എണീറ്റ് പോകരുത്. നമുക്ക് ഓർമ്മിക്കുമ്പോഴൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കാം. നമ്മൾ എന്തൊരു യാത്രയിലാണെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും അല്ലേ, നമുക്കിനി നഷ്ടപ്പെടുത്താൻ സമയമില്ല. നമുക്കറിയില്ല, ഓരോരോ കാര്യങ്ങൾ മുന്നിൽ വരുമ്പോൾ വിചാരിക്കും അല്ലാ സമയമായോ അല്ലേ, അതിപ്പോൾ അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നിങ്ങൾക്ക് മാറാൻ സമയമായില്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തീർച്ചയായിട്ടും നമ്മളിനി ബാക്കൗട്ടില്ല അല്ലേ. തീർച്ചയായിട്ടും നമുക്കിനി അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നമ്മൾ മുന്നോട്ട് മാത്രം. റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരുമാറാകട്ടെ നമ്മൾ ഓരോ സ്റ്റെപ്പും.
അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, അള്ളാഹുവിൻ്റെ ഇൽമിലേക്ക്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകളിലേക്ക്. അല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദത്തിക. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കണം, നമുക്ക് അള്ളാഹുവിന് ശുക്രുള്ളവരായിട്ട് മാറണം അല്ലേ. സുബ്ഹാനല്ലാഹ്. അതേപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കണം. അള്ളാഹു അക്കൂട്ടരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സിദഖ് നിയ്യ ആണ്. അതായത് നിയ്യത്ത് സത്യസന്ധമാവണം എന്നുള്ളതാണ്. അത് നമ്മൾ ഏതൊരു ഹദീസ് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം പഠിക്കുക അതാണ് അല്ലേ. അതായത് സിദഖ് നിയ്യ എന്ന് പറയുമ്പം നമ്മൾ പറയുമല്ലോ, എന്താണ് എപ്പോഴും പഠിക്കുന്ന ഹദീസ് ഏതാണ്, ഇന്നമൽ അമാലു ബിൻ നിയ്യാത്ത് അല്ലേ. അതായത് നമ്മൾ എന്തൊരു കർമ്മവും നമ്മളുടെ നിയ്യത്തിനനുസരിച്ചാണ്. അതൊരു എന്താ പറയുക, ഒരു ചിന്ത കൊണ്ട് പോലും നമ്മൾ എന്തായി പോരുന്നത്, നമ്മൾ നഷ്ടപ്പെട്ടുകൂടാ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾക്ക് ആർക്കും വേണ്ടിയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഉറച്ച ഈമാനുള്ളവർക്ക് തീർച്ചയായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവേണ്ട ഒരു കാര്യമില്ല. നമ്മളൊക്കെ ആ കൂട്ടരിൽ റബ്ബ് ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അതായത് മനസ്സ് തെറ്റിപ്പോവാതെ ഞാൻ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും നമ്മൾ ചുറ്റുപാടുകളിൽ നിൽക്കുമ്പോൾ നമ്മളെ മനസ്സ് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള റിയാ അല്ലേ, മനുഷ്യരാണ്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെയൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മുടെ ഒരു ചിന്ത കൊണ്ട് പോലും ഇതാരെങ്കിലും ഒന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിനുള്ളിലാണ് നമ്മൾക്ക് കൂടുതൽ ടെസ്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെയൊക്കെ തന്നെ നമ്മളൊന്നുകൊണ്ടും ആഗ്രഹിക്കേണ്ട, അവരാരെങ്കിലും ഇതിന് നമ്മൾ ചെയ്തതിനോ അല്ലെങ്കിൽ നമ്മളിതാക്കിയതിനോ അതിന് പ്രത്യേകമായിട്ടൊരു നല്ലതായിട്ട് കാണണമെന്നോ അവരൊക്കെ നല്ലവരാണ് നമ്മളെ പറയണമെന്നോ ഒന്നും നമ്മൾ കാണണ്ട. ചിലപ്പോൾ ഇവർ പറഞ്ഞല്ലോ, ചിലപ്പോൾ നമുക്കൊക്കെ നേരെ വരുന്ന ഒരു കാര്യമാണ്, ഖുർആനൊക്കെ പഠിച്ചിട്ട് നീ എന്താ ഇങ്ങനെ, അത് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ പോലും ചിലപ്പോൾ എന്താണെന്നറിയോ, അപ്പം നമുക്കിങ്ങനെ ഒരു വല്ലാത്തൊരു ഇത് വരാനുണ്ട്. അതെന്ത് ചോദ്യമാണ്, നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് തോന്നിയേക്കാം അല്ലേ. ഖുർആൻ ക്ലാസ്സും ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നു, എന്നിട്ട് എനിക്ക് ആ ചോദ്യം പോലും എന്താണ് നമ്മളെ പ്രകോപിപ്പിക്കാനുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹ്. നമുക്ക് നേരെ നമ്മളെ വേറെ എന്തെങ്കിലും ചെല്ലാനോ പറയാനുണ്ടെങ്കിൽ നേരെ നമുക്ക് തിരിഞ്ഞു നിന്നേക്കാം. സുബ്ഹാനല്ലാഹ് അല്ലേ. നല്ലത് മാത്രം നമുക്ക് അവിടെയും പറയാൻ സാധിക്കണം. സുബ്ഹാനല്ലാഹ്. പിന്നെ അപ്പോൾ നിയ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്ന വേണം. ഒരു തരത്തിലും റിയാ നമുക്ക് വന്നുകൂടാ, നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തിക്കൂടാ. സുബ്ഹാനല്ലാഹ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, അസീമത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, മനക്കരുത്ത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇബ്ലീസ് ഹാജിമാരുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു ഉറപ്പ് കൊണ്ട്, നമ്മളുടെ ആ ഒരു ഈമാൻ്റെ ഉറപ്പ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു മനക്കരുത്ത് നേടിയെടുക്കാൻ സാധിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കെട്ടിക്കാത്ത് നിൽക്കുക എന്ന് പറഞ്ഞില്ലേ, ഒറാബിത്തു അല്ലേ. നമ്മളിങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്, എന്ത് സംഭവിച്ചേക്കാന്ന് വെച്ചാൽ നമ്മൾ പിടുത്തം കൊടുക്കരുത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശൈത്താന് എന്താണ്, നമ്മൾ വേറെ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു സദാ ക്ലാസ്സിൽ. അതായത് ഓവറാക്കലുകൾ. നമുക്കറിയാലോ, നമുക്ക് അറിയാം, നമ്മൾ സുന്നത്തുകൾ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അവിടെ നമുക്ക് പലതും എന്താണ്, ഈ ഓവറാക്കൾ, അതായത് ബിദ്അത്തുകൾ വിശ്വാസികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ സുന്നത്തുകളിൽ നിന്ന് തെറ്റിച്ച് കളയാറുണ്ട്. ഒരിക്കലും ചെയ്യേണ്ടതില്ല. നമ്മൾ ഒന്നിലും എന്താവരുത്, അമിതമാവരുതെന്ന് പ്രത്യേകം അല്ലേ നമ്മൾ ഓർപ്പിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ദീനെന്ന് പറയുന്ന എളുപ്പമായിട്ടുള്ള ഒരു മതത്തെ എല്ലാവരും കൂടി എന്തൊക്കെയൊക്കെയോ ചിലപ്പം ആക്കി തീർക്കാറുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഖുർആനെ മനസ്സിലാക്കി പഠിക്കാൻ അല്ലേ നമുക്ക് പറ്റുന്നുണ്ട്. ഇപ്പം നമുക്ക് അതിനുള്ള എല്ലാ സോഴ്സുകളും നമ്മുടെ മുന്നിലുണ്ട്. അതൊന്ന്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അള്ളാഹുവിൻ്റെ ആ ഒരു സന്മാർഗം ചോദിക്കുന്നവരാണെങ്കിൽ, നമ്മൾ റബ്ബിനോട് എപ്പോഴും നല്ല ഇൽമിനെ, റബ്ബനാ സിദ്നാ ഇൽമ എന്ന് ചോദിച്ച് നീങ്ങുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഇൽമ്, നല്ല അമലുകൾ ചെയ്യാനുള്ള അതൊക്കെ അള്ളാഹു നമുക്ക് മുന്നിൽ കാണിച്ച് തന്നെ ചെയ്യും. അതല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ് കാണുമ്പോൾ ഇത് ചെയ്താലോ അത് ചെയ്താലോ, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആ ദുആകളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സഹിയല്ലാത്ത പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്നേക്കാം. അപ്പോൾ അതൊക്കെ വെറുതെ പറഞ്ഞും ചെയ്തും നമ്മളുടെ സമയം നഷ്ടപ്പെടുത്തുകയാണ് ഇബ്ലീസ് ചെയ്യിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അതൊന്ന് ബിദ്അത്ത് ചെയ്യിപ്പിച്ച് നമ്മൾ അതിൽ നിന്ന് ഇതാക്കി കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ ഒന്നിലും പെട്ടുപോകാതിരിക്കാൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, റബ്ബിനോട് നമ്മൾ അതായത് ഇബ്ലീസിൽ നിന്ന് പ്രൊട്ടക്ഷൻ ചോദിക്കുക എന്നുള്ളതും കൂടി നമ്മൾ ഒന്ന് കൂടുതലായിട്ട് തന്നെ, അതെപ്പോഴും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ നല്ലോണം തന്നെ നമ്മൾ ചോദിക്കണം. അത് പ്രത്യേകിച്ച് ഒരു സൂറത്ത് സ്വാദിൽ അല്ലേ ആയത്തിൽ പറയുന്നുണ്ടാവും. ഇബ്ലീസ് പറഞ്ഞല്ലോ, ഖാല ഫബിഇസ്സതിക ലഅഗ്വിയന്നഹും അജ്മഈൻ. ഇബ്ലീസ് പറഞ്ഞു, നിന്റെ പ്രതാപമാണ് സത്യം, ഞാൻ അവരെ മുഴുവൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്തു പറഞ്ഞപ്പം ഇബ്ലീസ് തന്നെ പറയുന്നുണ്ട്, ഇല്ലാ ഇബാദിക മിൻഹുമുൽ മുഖ്ലസീൻ, അവരിൽ നിന്റെ നിഷ്കളങ്കരായ ദാസന്മാരൊഴികെ
സുബ്ഹാനല്ലാഹ്. പ്രത്യേകം പറഞ്ഞു നോക്കൂ. അതായത് മാക്സിമം ആൾക്കാരെ ഞാൻ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇഖ്ലാസ് ഉള്ള ആളുകൾക്ക്, അതായത് മുഖ്ലിസീങ്ങളിൽ മാത്രം പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം മുമ്പെന്തോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും കുട്ടികളോട് പറഞ്ഞിട്ട്, നമ്മൾ ഈ മറ്റേ സൂറത്തുൽ ഫലഖ് പഠിക്കുന്ന സമയത്ത് പറയാറുണ്ട്, ഏതൊരു റഷ്യൻ ലേഡി, അതായത് ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന, അതായത് സിഹ്ർ ചെയ്യുന്ന ഒരു ലേഡി പറഞ്ഞത്, അതായത് മുസ്ലിങ്ങൾ, അതായത് സിഹ്ർ ചെയ്യാനൊക്കെ അവർക്ക് എന്തൊക്കെയോ ആൾക്കാർക്ക് വേണ്ടി ദോഷങ്ങൾ ഉണ്ടാക്കാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതാരാണ്? മുസ്ലിം 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിംസ് എന്ന്. സുബ്ഹാനല്ലാഹ്. അവരതൊരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതേപോലെ ഒന്ന് ആലോചിക്കുക, ഇബ്ലീസിന്റെ ഒരു തരത്തിലുള്ള പിടുത്തത്തിനും കിട്ടൂല. അത് ഇബ്ലീസ് എന്നെ സമ്മതിക്കുന്ന പോലെയാണ് അല്ലേ. അതിൽ നിന്റെ നിഷ്കളങ്കരായ ദാസന്മാരൊഴികെ അവരെ എന്താണ് ഞാനൊന്നും വല്ലാതെ ഇതാക്കാൻ കഴിയില്ല എന്നുള്ളത് അവൻ തന്നെ സമ്മതിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ എന്താ ആവേണ്ടത്? ഇഖ്ലാസ് ഉള്ളവരാകും അല്ലേ. മുഖ്ലിസീൻ എന്ന് പറയുന്ന നിഷ്കളങ്കമായ അള്ളാഹുവിലേക്ക് മാത്രം എന്നുള്ള ചിന്തയിൽ പോകുന്ന ആൾക്കാരെ എന്തായാലും ഇബ്ലീസിനെ പിടിക്കാൻ പറ്റൂല. വേറെ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള റിയാകൾ വരുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തകളോ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശരിയാവുന്നില്ലേ, വസ്വാസുകൾ എന്തെങ്കിലുമൊക്കെ ശരിയാണ്ടോ, അത് ശരിയാവുന്നില്ല, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്തത് ശരിയായിട്ടുണ്ടോ, റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാവുമെങ്കിൽ റബ്ബെ സ്വീകരിക്കണേ. നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്ക് അള്ളാഹു നമ്മളെ ലൈഫായിട്ടാണ്, നമ്മളെ ബലഹീനരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. അപ്പം നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരും അല്ലേ. അത് നമുക്ക് തന്നെ അറിയാം, റബ്ബിനും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇസ്തിഗ്ഫാറുകളും അല്ലേ കാര്യങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. കൂടുതൽ നമ്മൾ സുജൂദ് വർദ്ധിപ്പിക്കുക, നമ്മൾ ഇസ്തിഗ്ഫാറിനെ കൂട്ടുക, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു എന്തായാലും നമുക്ക് അത്രത്തോളം മുഖ്ലിസീൻ ആണോ, ഇത്രയും പിടുത്തം കൊടുക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നമുക്കൊരു സംശയം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നമ്മൾ റബ്ബിനോട് എന്ത് ചെയ്യണം? പ്രൊട്ടക്ഷൻ ചോദിക്കുക തന്നെ ചെയ്യണം അല്ലേ. നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം നമ്മളെപ്പോഴും പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മൾ ഇത് പഠിച്ചപ്പം, അതായത് അൽ ബഖറയുടെ ആയത് പഠിച്ചപ്പം മൂസാ നബി പ്രാർത്ഥിച്ചിട്ടില്ലേ, വെറുതെ ഓരോ തർക്കവും കാര്യങ്ങളും അതും ഇതും കുനിഷ്ഠ ചോദ്യങ്ങളായിട്ട് വന്ന സമയത്ത് പറഞ്ഞല്ലോ, എന്താണ് അത് ദുആ ആയിട്ട് പോലും നമ്മൾ ചിലപ്പം അന്നേരം ശ്രദ്ധിച്ചിട്ടുണ്ട്, മുമ്പൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. കാരണം നമുക്ക് എന്ത് തരത്തിലുള്ള ടെസ്റ്റുകളാണ് വരാൻ പോകുന്നതെന്ന് അറിയില്ല. കാരണം പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഞാൻ വിഡ്ഢികളിൽ പെട്ടു പോകരുത് റബ്ബേ. കാരണം എനിക്കിപ്പം ചിലപ്പം ഇന്നലെയൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ദുആ ആണ് പെട്ടെന്ന് ഓർമ്മ വന്നതും പറയാൻ തോന്നിയതും. കാരണം വിചാരിക്കാത്ത തലത്തിൽ ചില ടെസ്റ്റുകളായിരിക്കും നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ച് നമ്മൾ വിഡ്ഢികളായി തീരുമല്ലേ അവിടെ ചെയ്യുന്നത്. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പം നമ്മൾ പഠിച്ചോനെ വേണ്ട, ഞാൻ ഈ തരത്തിലുള്ള എനിക്ക് വിഡ്ഢി ആവണ്ട, പഠിച്ചോനെ എന്നെ കാത്തിരക്ഷിക്കുകയാണ്, പ്രൊട്ടക്ഷൻ അല്ലേ നമ്മൾ ചോദിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള ദുആകളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മൾ തീർച്ചയായിട്ടും പിന്നെ പ്രൊട്ടക്ഷൻ ചോദിക്കുന്ന റബ്ബി അഊദു ബിക മിൻ ഹുമസാത്തി ശൈത്താൻ അഊദു ബിക റബ്ബി അൻ യഹ്തുറൂൻ, ഒക്കെ ദുആകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. പിശാചുക്കളുടെ എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും രക്ഷ ചോദിക്കുകയും അതേപോലെ തന്നെ എൻ്റെ അടുത്ത് വരുന്നതിൽ നിന്നും തന്നെ റബ്ബെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയുന്നത് സൂറത്തുൽ അറാഫിലെ ആയത്തൊക്കെ നമുക്കറിയാം. പിന്നെ റബ്ബ് അങ്ങനെ നമ്മൾ രക്ഷ ചോദിക്കുന്നവർക്ക് എന്താണ്? തീർച്ചയായിട്ടും റബ്ബിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും. അതാര് പറഞ്ഞിട്ടുണ്ട്? റബ്ബ് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലേ. തീർച്ചയായും എൻ്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവുമില്ല, നിന്നെ പിൻപറ്റിയ ദുർമാർഗികളുടെ മേലല്ലാതെ അല്ലേ. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ആധിപത്യവും നിനക്ക് ഇല്ല എന്നുള്ളത് അല്ലേ. അത് നിന്നെ പിൻപറ്റിയ ചില ആൾക്കാരുണ്ടാവും അല്ലേ. ഇല്ല മനിത്തബഅക മിനൽ ഗാവീൻ, നിന്റെ പിൻപറ്റിയ ചില ആൾക്കാരുണ്ടാവും, ചിന്തകളും അതും ഇതുമൊക്കെ പിന്നെയും പല കാര്യങ്ങളിലേക്ക്, ദുനിയാവിയായ കാര്യങ്ങളിലേക്കും എൻ്റർടൈൻമെൻറ്റിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിനക്ക് പറ്റും. അല്ലാതെ എൻ്റെ ദാസന്മാരുടെ നേരത്തെ പറഞ്ഞല്ലോ, നിന്റെ ദാസന്മാരുടെ എനിക്ക് പറ്റൂല, മുഖ്ലിസീങ്ങളായ ദാസന്മാരിലെ എനിക്ക് പിടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് തീർച്ചയായും റബ്ബും പറയാണ് എൻ്റെ ദാസന്മാരുടെ മേൽ നിനക്ക് യാതൊരു ആധിപത്യവുമില്ല. കാരണം എന്താണ്? അവർ തീർച്ചയായിട്ടും റബ്ബിൽ അല്ലേ പ്രൊട്ടക്ഷൻ ചോദിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നമ്മളത് നഷ്ടപ്പെടുത്തിക്കൂടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അല്ലേ ഫസ്തഈദു ബില്ലാഹി, അല്ലാഹുവിൽ രക്ഷ ചോദിക്കാൻ തന്നെ ചെയ്യാം. വേറെയും പറയുന്നില്ല, ഇന്നഹു ലൈസ ലഹു വസുൽത്താനുൻ അലല്ലദീന ആമനു അലൈഹി റബ്ബിഹിം യതവക്കലൂൻ. സുബ്ഹാനല്ലാഹ്. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ മേൽ അവനൊരു
പിശാചിന് യാതൊരു അധികാരവുമില്ല അല്ലേ. വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, തവക്കുൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ആ ഈമാൻ്റെ ഉറപ്പുണ്ടെങ്കിലേ ശരിക്കും ആ തവക്കുലുള്ളൂ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ടാണ്, അതിപ്പോൾ ശരിയാവോ, ഇതിപ്പോൾ ശരിയാവോ, അത് അങ്ങനെ ആവോ, ഇതിങ്ങനെ ആവോ എന്നൊന്നുമില്ല അല്ലേ. ആ ഒരു തവക്കുൽ, എൻ്റെ റബ്ബുണ്ട് എൻ്റെ കൂടെ എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ തവക്കുലുള്ളവർ, അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട, വിശ്വാസത്തോടൊപ്പം നമ്മളുടെ ആ ഒരു തവക്കുലാണ് ശരിക്കും അവരുടെ മേൽ ഒരിക്കലും എന്തില്ല, പിശാചിന് യാതൊരു അധികാരവും ഇല്ല എന്ന് അള്ളാഹു തന്നെ പറയുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തവക്കുൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ രക്ഷ ചോദിക്കലും തവക്കുലും ഒക്കെ നമുക്ക് വേണം. പിന്നെ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. പിന്നെ വരുന്നത് ഖുർആനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ഈ ഒരു കൂടിയിരിക്കുന്ന നമ്മൾ അഹ്ലുൽ ഖുർആനാണ് അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏതൊരു ദിവസവും അല്ലേ ആരും ഒരു മടിയും കൂടാതെ ഈ ഒരു ഞാൻ വിചാരിക്കും ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ക്ഷീണം ഉണ്ടാവില്ലേ, പക്ഷേ അതൊന്നുമില്ല. ചിലപ്പം കേട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ചർച്ച ചെയ്ത ഹദീസുകളോ ചർച്ച ചെയ്ത ഖുർആൻ ആയത്തുകളോ ഒക്കെ തന്നെയായിരിക്കും. എന്നാലും ഈ ഒരു സമയം ആകുമ്പോൾ മടിയൊന്നും കൂടാതെ എന്തായാലും ഒരു ഇത്ര ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് എന്നും, ആഴ്ചയിൽ ഒരിക്കലല്ല, ആഴ്ചയിൽ 2 ദിവസമല്ല, എന്നും ഈ ക്ലാസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതൊരു വലിയൊരു കർമ്മം തന്നെയാണ്. ഇതാര് തുടങ്ങി വെച്ചില്ലേ, നമ്മുടെ ടീച്ചറും കൂടെയുള്ള ഒരുപാട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇതിലൂടെ വന്നിട്ടുള്ള ഒരുപാട് പഠന കാര്യങ്ങളും ഒക്കെ തന്നെ അൽഹംദുലില്ലാഹ് ഇതിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് നമ്മളെ അള്ളാഹു അല്ലേ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു തീർച്ചയായിട്ടും നല്ലൊരു ഈ ഒരു നിലനിർത്താൻ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല. അത് നമ്മളായിട്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നേ ഉള്ളൂ. ഈ ഒരു കാര്യം നമുക്ക് പഠിക്കാൻ, ദിവസവും നമുക്ക് പഠിക്കാൻ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പല തരത്തിൽ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത് നമുക്ക് നിലനിർത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എളുപ്പമാണ്. നമ്മളുടെ പോരായ്മ കൊണ്ട്, നമ്മളുടെ മടി കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഖുർആൻ പഠിക്കാത്ത അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ട് വരും. പക്ഷേ അൽഹംദുലില്ലാഹ് നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ബന്ധവും ഈ ഒരു പഠനവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മരണം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അപ്പം ഇന്ന് രാവിലെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞത്, മരണം വരെ നമുക്ക് വിദ്യാർത്ഥി ആയിക്കൊണ്ട് തന്നെ നമ്മുടെ ബുക്കും പെന്നും നമ്മുടെ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമ്മളൊരു സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. ഇത് ക്ലാസ്സുകൾ കേൾക്കുക, ക്ലാസ്സുകൾ ഇങ്ങനെ നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്, നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ക്ലാസ് അവിടെ തുറന്നു വെക്കുന്നത്, അങ്ങനെ ആവരുത്. ഓരോ ആയത്തിനെയും നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മളെ ഉള്ളിലേക്ക് എടുക്കാൻ ശ്രമിക്കണം. അത്തരത്തിലാണ് നമ്മളെ പഠനങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രൂപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വേറെ ഒന്നുമല്ല അല്ലേ. നമുക്കറിയാം ഇത്രയും എളുപ്പത്തിൽ, ഇത്രയും നമുക്ക് സ്പൂൺ ഫീഡിങ് തന്നെ പറയാം. അങ്ങനെ നമുക്ക് ഓരോ ലെസൺസും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഓരോ ആയത്തിലെയും. അൽഹംദുലില്ലാഹ് ഓരോ ക്ലാസ്സുകളും നമുക്കങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ. അപ്പോൾ പ്രത്യേകമായിട്ട് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്നവരായിരിക്കാം, ക്ലാസ് കേൾക്കുന്നവരായിരിക്കാം, നമ്മൾ ഏതൊരു ക്ലാസ് കേൾക്കുമ്പോഴും നമ്മൾ സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നപ്പോൾ നൂറ് സദരിയിൽ നമ്മൾ അതൊരു എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പലരും നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട്. അല്ലാതെയും നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉണർത്തലുകളോ, ഇപ്പോൾ ഒരു ഹജ്ജിനെ കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഇൽമിനെ, എന്തൊരു കാര്യമായിക്കോട്ടെ, എന്തൊരു ടോപ്പിക്കിനെ കുറിച്ചും പറയുന്ന ക്ലാസ്സുകളിലും ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം നമുക്ക് ചിലപ്പം ആയത്തിന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ആയത്തൊന്ന് നമ്പറെങ്കിലും, ആയത്തിന് നമ്പർ നമ്മൾ ചിലപ്പം പറയുന്നില്ലെങ്കിൽ, ക്ലാസ്സിൽ പറയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആയത്തിൻ്റെ ഒരു തുടക്കമെങ്കിലും നമ്മൾ അവിടെ നിന്ന് എഴുതി വെക്കാം. നമ്മളന്ന് പറഞ്ഞല്ല, നമ്മൾ അവിടെ ഹറമിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വലിയ ആയത്തുകളൊക്കെ ഓതുമ്പം ഖുർആനൊക്കെ നല്ലപോലെ പഠിച്ച്, അതായത് ഹിഫ്ലാക്കിയ ആൾക്കാർക്കൊക്കെ ഏത് സൂറത്തിലാ ഏത് ആയത്താന്നൊക്കെ ചിലപ്പോൾ പിടുത്തം കിട്ടിയേക്കാം. അപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആയത്തൊന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷേ എവിടെയാണ് എന്തായാലും നോർമലല്ല. അപ്പോൾ ആയത്തിൻ്റെ ആ ഒരു വലിയൊരു ഭാഗം ഓതിയിട്ടുണ്ടെങ്കിൽ അതിന് മനസ്സിൽ തട്ടി, അല്ലെങ്കിൽ എവിടെയോ നമ്മൾ ഓതി വെച്ച ഒരു ആയത്ത് നമ്മുടെ മനസ്സിൽ അവിടെ ഇങ്ങനെ നമ്മളവിടെ കുടുക്കിയിട്ടേക്കും, നമ്മളെ ഹൃദയത്തിൽ അവിടെ എഴുതി വെച്ചേക്കും. പിന്നെ പോയിട്ടാണ് നമ്മളത് ഏത് സൂറത്തിലാണ് എന്താണെന്ന് തപ്പുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവിടെ വെച്ച് നമ്മൾ ചെയ്തു എന്ന് പറയുന്ന അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴും, കാരണം ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ആ ആയത്തുകളെ നമ്മളത് മനസ്സിലാക്കി എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇങ്ങനെ ആയത്തൊന്ന് എഴുതി വെച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് എഴുതി വെച്ച് അതുമായിട്ട് കണക്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ഒന്ന് നമ്മൾ വായിച്ച് അല്ലെങ്കിൽ കേട്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഇൽമിനെ നമുക്ക് കൂട്ടാൻ സാധിക്കും. അല്ലാതെ ജസ്റ്റ് നമ്മളിങ്ങനെ ക്ലാസ്സുകൾ കുറേ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആ കേൾക്കലുകളിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും മാറരുത്. ശരിക്കും നമ്മുടെ ഈ നുറസദരി നമ്മളെ ക്ലാസ്സും നമ്മളെ പഠനവും നമ്മുടെ എക്സാമും അതങ്ങനെ കറക്റ്റായിട്ട് പോകുന്നത് കൊണ്ട് ആർക്കും ഒന്നും വിട്ടുപോകാതെ കഴിയുന്നതും അതിൽ നിന്നും ആരും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ ഒരാഴ്ച അങ്ങനെ മിസ്സാക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ
ക്ലാസ് മുഴുവൻ കേട്ട് കഴിഞ്ഞില്ല അങ്ങനെയൊക്കെ നമുക്ക് പറയാം. എങ്കിൽ കൂടി മാക്സിമം നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുകയും അതേപോലെ തന്നെ നമുക്ക് നോട്ട്സ് അല്ലേ നല്ല വൃത്തിയായിട്ട് നമുക്ക് സുബ്ഹാനല്ലാഹ് നമ്മളൊരു മോള് അത് എത്ര നല്ലതായിട്ടാണ് നമ്മൾ നോട്ട് എഴുതാൻ പറ്റാത്തവർക്ക് അത് നോക്കി ക്ലാസ് നല്ലോണം ഒന്ന് കേട്ട് ആ നോട്ട് നോക്കി തന്നെ നോട്ട് എഴുതുകയോ അല്ലെങ്കിൽ അത് നോക്കി പഠിക്കുകയോ ചെയ്യാം. സുബ്ഹാനല്ലാഹ് ഞാനും സത്യം പറഞ്ഞാൽ മോളുടെ ഷാനിബയുടെ നോട്ട്സ് കാത്തിരിക്കലാണ്. അൽഹംദുലില്ലാഹ് ബാറക്കല്ലാഹു ഫീക്ക്. അപ്പം അത്തരത്തിൽ നമുക്ക് ഇത്രയൊക്കെ നമ്മളുടെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് നമ്മൾ പഠിച്ചില്ല അല്ലെങ്കിൽ ചെയ്തില്ല അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കരുത്. നമ്മളെ ഈ ഒരു ഖുർആൻ പഠനം എന്ന് പറയുന്നത് നമ്മൾ മുന്നിൽ വെക്കണം. എല്ലാ തരത്തിലും നമ്മളെപ്പോഴും എന്നോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ, എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ. എല്ലാ തലത്തിലും നമ്മുടെ പഠനം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഖുർആൻ നന്നായി ഓതാൻ നമ്മൾ പഠിക്കണം. തജ്വീദ് അതിന് അത്യാവശ്യമാണ്. അത് വലിയ ഒരു ഇതിലല്ലെങ്കിൽ പോലും നമുക്ക് ഒരു നല്ല വൃത്തിയിൽ ഖുർആന് പാരായണം ചെയ്യാന്നുള്ളത് നമുക്കത് വേണം. എന്നാലേ നമുക്ക് തദബ്ബുർ കിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് വേണം. തദബ്ബുർ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഖുർആൻ്റെ ആശയത്തെ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും തരത്തിലുള്ള ഒരു പഠനം ഒക്കെ തന്നെ നമുക്ക് വേണം. നമ്മൾ ബാക്കിയുള്ള അതേപോലെ തന്നെ സുന്നത്തുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആ രീതിയിൽ നമ്മളുടെ പഠനവും ഒക്കെ നമുക്ക് വേണം. അതൊക്കെ നമുക്ക് ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഈ ഒരു ഗ്രൂപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നഷ്ടപ്പെടുത്തിക്കൂടാ. ഇതുപോലെ പോയിന്റ്സുകളും ദുആകളും നമ്മൾ ദുആ പറയാൻ മറന്നു പോകാതിരിക്കാനാണ് ഇപ്പം ദുആകൾ ഇങ്ങനെ നമുക്ക് ഇട്ട് തരുന്ന പോലെ തോന്നും. വിട്ടു പോകേണ്ടതാ ഈ ദുആ ഒന്ന് ചെല്ലിയോ. അതിപ്പം നമ്മൾ ഓൾ ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ മതി. അതൊക്കെ ചെല്ലി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ഓർമ്മിപ്പിക്കലാണ്. മറ്റേത് ഇതിങ്ങനെ കയറി പോകും. നമ്മൾ പിന്നെയും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ബേക്കോട്ടായി പോകുമല്ലോ. അപ്പോൾ നമുക്ക് ഡെയിലി അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പറഞ്ഞു പോകും. അപ്പോൾ അതും ആ ഒരു ഇതും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ദുആകൾ നമുക്ക് അപ്പം പറയാൻ വിട്ടുപോകുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. ആയത്തുകൾ ഇങ്ങനെ നോട്ട് കൊണ്ട് തന്നെ നമ്മൾ പഠിക്കുക. ഖുർആനും ദുആകളും ദിക്റുകളും ഒക്കെ തന്നെ നമ്മൾ എന്താണ് അത് വെറുതെ പറയുന്ന പോലെ അല്ലല്ലോ. നമ്മളിപ്പോൾ ഒരായത്തും ദുആകളും ഒക്കെ നമ്മൾ പറയുമ്പോൾ നമുക്കത് ഹൃദയത്തിൽ തട്ടിക്കൊണ്ടാവണം നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു ദുആ പറയുന്ന സമയത്ത് പഠിച്ചോനെ എന്നെ ഒരു വിഡ്ഢികളിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളതൊക്കെ ആയത്തിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതിൻ്റെ കൊണ്ടാണ് നമുക്കിത് ഇത്രയും. കാരണം നേരത്തെ പറഞ്ഞ പോലെ അസ്ലംതു എന്ന് പറയാൻ നമുക്ക് ഞാനും അങ്ങനെ ആവണം അല്ലേ. നമ്മൾ വാനമിനൽ മുസ്ലിമീന്ന് നമ്മളിങ്ങനെ വജ്ജത്തൂൽ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ആ ഒരു മുസ്ലിമീങ്ങളിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ലെവലിൽ നമ്മൾ എത്തിയിട്ടുണ്ടോ? അപ്പം അങ്ങനെ പോരാ, എനിക്ക് കുറച്ചും കൂടി ഒരു ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ അസ്ലംതു എന്ന് പറഞ്ഞ രീതിയിലേക്ക് എനിക്ക് ആവാൻ പറ്റണം. അതൊക്കെ നമ്മൾ ആയത്തുകളിലൂടെ പഠിച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ആ ഒരു വാക്കുകൾക്ക് അല്ലെങ്കിൽ ആ ദുആകൾക്കൊക്കെ നമുക്ക് ഇത്രയും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, നമുക്ക് ആ ഒരു ഹൃദയത്തിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള പഠനമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കുക. വെറുതെ ഒരു പഠനമോ പരീക്ഷ എഴുതലോ അതിലൊരു മാർക്ക് വാങ്ങലോ അതിലൊരു സമ്മാനം വാങ്ങലോ ഒക്കെ ആയിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പഠിച്ചു തുടങ്ങുന്ന കാലത്ത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തഫ്സീർ പഠിക്കുന്നു അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്നു, നമ്മൾ പരീക്ഷ എഴുതുന്നു. പക്ഷേ അതല്ല, നമുക്കിതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാനുള്ള ഓരോ ആയത്തിൽ നമ്മൾ വിചാരിക്കും ആദ്യമൊക്കെ നമുക്ക് ചില ആയത്തുകളിൽ മാത്രമേ പാഠങ്ങൾ ഇത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യം യുഹലദീൻ ആമനു എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കാരത്തെക്കുറിച്ച് അജിനെക്കുറിച്ച് ഇതൊക്കെ നമ്മളോട് പറയും. ബാക്കി എന്തൊക്കെയോ ചരിത്രങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ ഓരോട് പറയുന്ന ഓരോന്നേരം ചെയ്തതിൻ്റെത് അങ്ങനെയാണല്ലോ നമ്മളെ മനസ്സിൽ വരിക. പക്ഷേ ഇപ്പോഴല്ലേ ഇതൊക്കെ ഈ പാഠങ്ങളും ഈ പൂർവിക ചരിത്രങ്ങളും ഒക്കെ വെറുതെ ചരിത്രങ്ങൾ വായിക്കാനോ പഠിക്കാനോ അല്ല, അവരുടെ ജീവിതം കൊണ്ട് നമ്മൾക്ക് അതിലൂടെ കിട്ടേണ്ട വഴികൾ അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു. അവിടെ ഓരോ മൂസാ നബി ഒരു കാര്യം പറഞ്ഞിട്ട് അവിടെ നമ്മൾക്കും വന്നേക്കാം. അതേപോലെ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല, പക്ഷേ വേറൊരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മളിങ്ങനെ പറയണം, നമ്മളിങ്ങനെ ചോദിക്കണം, നമ്മളിങ്ങനെ പ്രവർത്തിക്കണം. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അത്തരത്തിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് നമുക്കത് പകർത്താനും സാധിക്കുന്ന രീതിയിലുള്ള പഠനം തന്നെ. അതിനൊരിക്കലും നമ്മൾ ബാക്കോട്ട് പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. എത്ര പ്രായമുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെ ഗ്രൂപ്പിലൊക്കെ പഠിക്കുന്നത് സുബ്ഹാനല്ലാഹ് ഒരുപാട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവർ അത് പഠിക്കാനും അതിൽ എക്സാം എഴുതാനായിക്കോട്ടെ അല്ലാതെ ലാഹൗല ലാ ഖുവത ഇല്ലാ ബില്ലാഹ് അത്ഭുതം തോന്നുന്ന ചില ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഒരിക്കലും എന്താ പറയുക, നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് അവർക്കൊക്കെ അത് സാധിക്കുന്നതെന്ന് തോന്നിപ്പോകാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെല്ലാവരുടെയും അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പം ഖുർആൻ പഠനത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ പ്രത്യേകം ഉസ്താദ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്ക് ഖുർആൻ പാരായണം എന്ന് പറയുന്നത് ഏറ്റവും നമുക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളതിനെക്കുറിച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാൻ നേരമില്ല, നമ്മൾ പാരായണം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പഠിത്തം പറ്റുന്നില്ല. നമ്മൾ വെറും പാരായണത്തിൽ ഒതുങ്ങുന്ന ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. നമ്മൾ വെറും പഠനം എന്ന് വിചാരിക്കുന്ന ഇപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇപ്പം ഞാനൊക്കെ അങ്ങനെ ചിലപ്പം ഈ പഠനം മാത്രം അതിലേക്ക് ശ്രദ്ധ പോകുമായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. ഇപ്പോൾ ഈ ഒരു അണർത്തലുകളിലൂടെ നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ പാരായണത്തിന് നമ്മൾ ദിവസം കുറച്ച് സമയം അതിനായിട്ട് തന്നെ മാറ്റി വെക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പക്ഷേ വെറും പാരായണം എന്ന് അതിങ്ങനെ ചെയ്യുന്നുണ്ടാകും, പക്ഷേ പഠനത്തിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും
സങ്കടമാണ്. അപ്പോൾ നമ്മൾ ഉസ്താദ് ചോദിച്ചിരിക്കുകയാണ് ഖദീജ ബീവി എത്ര ഖത്തം തീർത്തിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ് അല്ലേ, എത്ര ആയത്തുകൾ ഇറങ്ങി, ഒരു 10 ആയത്ത് ഇറങ്ങിയപ്പോഴത്തേക്കിന് അല്ലേ, സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അവരൊക്കെ സ്വർഗത്തിലാണ്. അപ്പം നമുക്ക് എന്താണോ പഠിച്ചത്, നമ്മൾ മുഴുവനായിട്ട് ഖുർആൻ്റെ എല്ലാ ആയത്തുകളും നമ്മൾ പഠിച്ച് നമ്മൾ സെറ്റാവുമെന്ന് നമുക്കറിയില്ല. അതിനു മുമ്പേ നമുക്കൊക്കെ എവിടെ ഇല്ല, ബഖറ തന്നെ നമ്മൾ പഠിച്ച് തീർക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സമയം വേണം. അതും നമ്മൾ ഇത്രയൊക്കെ നമ്മൾ എന്താ പറയുക സ്പീഡിൽ പോയിട്ടും നമ്മളിവിടെയൊക്കെ എത്തുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് കിട്ടുന്നത് എന്തോ അതിനെ നമ്മൾ ഓർത്തെടുക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം. അതാണ് യഥാർത്ഥ പഠനം എന്ന് പറയുന്നത്, യഥാർത്ഥ തദബ്ബുർ എന്ന് പറയുന്നത്. അതിലേക്ക് എത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഓർപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പം എന്നെ പോലെയുള്ളവരൊക്കെ ഇപ്പോൾ ചിലപ്പം പറഞ്ഞേക്കാം സുബ്ഹാനല്ലാഹ് നമുക്ക് ഇരുന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ നമുക്ക് തിരക്കായിരിക്കും, മക്കളെയൊക്കെ സ്കൂളിൽ പറഞ്ഞേക്കാനുണ്ടാവും, അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ നമ്മൾക്ക് പല ക്ലാസ്സുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ ജോലി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ പലതരത്തിൽ ഇപ്പം ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം അപ്പം നഷ്ടപ്പെടുത്തി കളയലല്ല. നമുക്ക് എല്ലാം ഒരുവിധം ദുആകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ നടക്കുന്ന വഴിയിലൂടെ നമുക്കതൊക്കെ പറയാലോ. അത്തരത്തിൽ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം മുഴുവനായിട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ അദ്കാറുകളുടെ ഓഡിയോ ഉണ്ട്, അതവിടെ തുറന്നു വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പഠിച്ചവരാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഓതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതുന്നത് പോലെ തന്നെ അങ്ങനെ അത് റെക്കോർഡിങ്സ് കേട്ടുകൊണ്ട് തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വേറെയും നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പം അതും അത്ര എല്ലാം ഒന്നും പഠിച്ചെടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. നമുക്ക് ആയത്തുൽ കുർസി അറിയാത്തവരാരും ഇല്ല, നാസും ഫൽക്കും ഇഖ്ലാസും അറിയാത്തവരാരും ഇല്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. എന്തായാലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. പിന്നെ നമുക്കറിയാം 3-4 കാര്യങ്ങൾ, അത് 3 പ്രാവശ്യം പറഞ്ഞാൽ അത് മതി എന്ന് റസൂൽ പറഞ്ഞിട്ടുള്ളൊരിതുണ്ടല്ലേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വറിദാ നഫ്സി വസ്നത അർശി വമിദാദ കലിമാതി, അത് മതി എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളത്. വേറെ ആ ഉച്ചവരെ നമ്മൾ പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും അത് പറഞ്ഞാലും മതി. അപ്പോൾ അതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയണ്ട. എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും. നമുക്ക് ഭയങ്കര സന്തോഷമാണ് ശരിക്കും. ഈ അവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലോണം സമയം ഉണ്ടായിരുന്നു സത്യമായിട്ടും. നമുക്ക് ആ അദ്കാറുകളൊക്കെ നമുക്ക് ചെല്ലാനൊക്കെ മഗ്‌രിബിന് മുന്നേ ആയിട്ട്, അതേപോലെ തന്നെ ഫജ്ർ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ ഇരിക്കുമ്പോഴൊക്കെ സുബ്ഹാനല്ലാഹ് അതൊക്കെ ഭയങ്കര അനുഭവം തന്നെയാണ്. അപ്പം നമുക്കത് എല്ലാം ഒന്നും പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടും അപ്പാടെ വിട്ട് കളയരുത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ അല്ലേ സുബ്ഹാനല്ലാഹ് നമ്മൾ എന്തായാലും അസ്ബഹന അസ്ബഹൽ മുൽക്കു ലില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ അസ്അലുക ഖൈറ ഹാദൽ യൗം വഫത്ഹഹു വനസ്റഹു വനൂറഹു വബറകതഹു എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ദിവസത്തിൽ നമ്മൾ എല്ലാ ഖൈറിനെയും ചോദിക്കുകയാണ് അല്ലേ. ആ ദിവസത്തെ നമുക്ക് നല്ല പിന്നെ വെളിച്ചം, നല്ല സന്മാർഗം, ആ ദിവസത്തെ എല്ലാ നല്ല കാര്യങ്ങളും, നല്ല വിജയം, അന്നത്തെ നല്ല വിജയം ഒക്കെ നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചോദിക്കാണ്ട് അത് ചോദിച്ച് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. അപ്പം നമ്മൾ അതിലൂടെ അങ്ങനെ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ അപ്പോഴേക്കും വൈകുന്നേരം ആയല്ലോ. അപ്പോഴും ഈ പറഞ്ഞതുപോലെ നമുക്ക് ചെല്ലാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹുമ്മ അസ്അലുക അൽ അഫ്വ വൽ ആഫിയ ഫി ദുനിയ വൽ ആഖിറ അല്ലേ. ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തല്ല നമുക്ക് വേണ്ടത്. പിന്നെ നമ്മൾ അഹ്ലി വമാലി അല്ലേ, നമ്മുടെ കുടുംബത്തിൽ ദീനിലും ഒക്കെ നമ്മളല്ലാതെ നമ്മൾ ജസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അസ്അലുക അൽ ആഫിയ അതുവരെ പറയും അല്ലേ. അല്ലാഹുമ്മ അസ്അലുക അൽ അഫ്വ വൽ ആഫിയ എന്ന് മാത്രം പറഞ്ഞ് നിർത്തും നമ്മൾ. അല്ലാതെ നോർമലി പ്രാർത്ഥിക്കുമ്പോൾ അദ്കാറുകളിലാകുമ്പോൾ എന്തായി ഇതൊക്കെ അങ്ങനെ മുഴുവനായിട്ട് നമ്മുടെ വായിലേക്ക് അങ്ങനെ വരുന്ന തരത്തിൽ നമ്മൾ മാക്സിമം നമ്മൾ അല്ലേ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതൊന്നും നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ നമ്മൾ തന്നെയാണ് നഷ്ടക്കാർ. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ഇത്രയും ഉണ്ട് നമുക്ക് ചോദിക്കാനും, ചോദിച്ച് വാങ്ങുന്നതാണ് റബ്ബിന് ഇഷ്ടം. നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം നൽകാം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഉദ്ഉനി അസ്തജിബ് ലക്കും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹ്ക്ക് ഇഷ്ടമാണ് ചോദിക്കുന്നത്, നമുക്ക് ചോദിക്കാനാണ് നേരില്ലാത്തത്. അസ്തഗ്ഫിറുല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹ് പുറത്തെടുത്തേ. ആമീൻ. അപ്പോൾ എന്തായാലും പിന്നെയും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരിക്കലും മുഖ്ലിസീങ്ങളെ ഇബ്ലീസിനെ പിടിക്കാൻ പറ്റൂല എന്നുള്ളത് ഓർക്കുക. അപ്പോൾ വെറുതെ അനാവശ്യമായ കാര്യങ്ങളിലൊന്നും മുഴുകാതെ നമ്മൾ സുന്നത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അദ്കാറുകളും കാര്യങ്ങളിലൂടെ ഒക്കെ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങാം. തീർച്ചയായും നമ്മൾ അല്ലേ നമുക്കറിയാം ഹജ്ജിൻ്റെ ആ ഒരു ബക്രയിലെ ആയത്തുകളൊക്കെ അവസാനിപ്പിച്ച് അല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടുന്ന് നേടിയെടുത്ത് നമ്മൾ മടങ്ങുമ്പോഴും നമ്മളോട് റബ്ബ് പിന്നെയും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്തഖുല്ലാഹ് എന്നാണ് അല്ലേ. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് തന്നെയാണ്. അത് തന്നെ ഉള്ളൂ നമുക്ക് മുന്നിൽ, വേറെ ഒന്നുമില്ല. ആ തഖ്വയാണ് ആദ്യത്തെ പോയിന്റും അല്ലേ. ആദ്യത്തെ നമുക്ക് കിട്ടേണ്ട കാര്യം ആ തഖ്വ തന്നെയാണ്. അതിലൂടെയാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തഖ്വ ഉണ്ടെങ്കിലേ നമുക്ക് ഈമാൻ ഉണ്ടാവുള്ളൂ.
ഈമാനും തഖ്വയും ഉള്ളവർക്കേ മഗ്ഫിറത്ത് കിട്ടുള്ളൂ. ഈ 3 കാര്യങ്ങളും കിട്ടിയാൽ മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ ആ ഒരു സന്മാർഗമാകുന്ന ആ ഒരു വലിയ പ്രകാശം നമ്മുടെ മുന്നിൽ എപ്പോഴും നമ്മുടെ എല്ലാ ഭാഗത്തുമായിട്ട് നമുക്ക് നിറഞ്ഞു നിൽക്കുകയുള്ളൂ. ആ ഒരു പ്രകാശത്തിലൂടെ നമുക്ക് നീങ്ങാനും നമുക്ക് റബ്ബിലേക്ക് അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് അങ്ങോട്ട് എത്താനും സാധിക്കുകയുള്ളൂ. അള്ളാഹു അക്ബർ. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എന്തെങ്കിലും തരത്തിൽ നമ്മളെടുത്ത് പോരായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആരോടെങ്കിലും അല്ലേ, നമ്മുടെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലോ നമ്മൾ ഹജ്ജിന് പോയപ്പോഴോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുഖം ചുളിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു വിഷമ വാക്കുകളോ നമ്മൾ പറഞ്ഞല്ലോ ആ സമയത്തെന്ന് പറയുമ്പം എന്തായാലും അത് അവരുടെ അടുത്തേക്ക് കൂടുതലായിട്ട് വരുമെന്ന് പറയുന്നത് സത്യമാണ്. കാരണം എന്തെങ്കിലും തരത്തിൽ എത്രയും കാര്യങ്ങളും നല്ലതാക്കി ചെയ്താലും ഒരു ഇളിച്ചം പിടിക്കലിലേക്ക് സഹിക്കാൻ പറ്റാതെ, കാരണം അവിടെയൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഭക്ഷണത്തിൻ്റെ ആയിരിക്കാം, ചിലപ്പം ചൂടിൻ്റെ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ അതൊക്കെ നമ്മളിൽ നിന്ന് വല്ലാതെ നമുക്ക് ബോഡി ടയേർഡാകുന്ന സമയത്താണല്ലോ എല്ലാ മനുഷ്യർക്കും വരുന്ന പുറത്തേക്ക് എല്ലാം കൂടി ഇങ്ങോട്ട് തികട്ടി വരുന്നത്. അതായത് ഇളിച്ചം പിടിക്കുക എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ. അതൊരു ഇളിച്ചം പിടിക്കലായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലേക്കൊക്കെ വന്നു പോയിട്ട് നമുക്ക് കാണാമല്ലോ. നമ്മൾ ഇപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾക്ക് തന്നെ നമ്മളപ്പോൾ വളരെയധികം ഇസ്തിഗ്ഫാറിനെ നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതും കൂടി പ്രത്യേകം അത് നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. കാരണം അതിലൂടെ മാത്രമേ നമ്മളെല്ലാം കഴുകിക്കളയാനും കൂടുതൽ നമുക്ക് അമലുകൾ നമ്മളിലേക്ക് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മാപ്പ് ചോദിക്കാൻ ഒരിക്കലും മടിക്കണ്ട നമ്മുടെ റബ്ബിനോട് അല്ലേ. ഫഅഫു അന്നാ ഫഅഫു അന്നാ യാ കരീം, ഫഅഫു അന്നാ യാ റഹീം, ഫഅഫു അന്നാ യാ അക്രമുൽ അക്രമീൻ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക റബ്ബിൻ്റെ അടുത്ത് പാപമോചനം. അല്ലാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാകട്ടെ. അറിവില്ലായ്മ മൂലമാണ് റബ്ബെ നമുക്ക് ആ ഒരു ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് തഖ്വ കൊണ്ട് ഈ പറഞ്ഞതുപോലെ ആ ഒരു ഉറപ്പുള്ള ഒരു മുഖ്ലിസീങ്ങളുണ്ടല്ലോ, ഒരിക്കലും ഇബ്ലീസിനെ പിടിക്കപ്പെടാൻ പറ്റാത്ത ആ ഒരു ഈമാൻ്റെ മനക്കരുത്ത്, അല്ലാഹു അക്ബർ, അതൊക്കെ നമുക്ക് ഉണ്ടാവണം, നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മൾ അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്ക് കുറച്ചൊന്നും അല്ല, നമുക്ക് നല്ല തന്നെ വേണം. റബ്ബിൻ്റെ അല്ലേ ഏറ്റവും നല്ല വിരുന്ന് തന്നെ നമുക്ക് വേണം. നമുക്ക് അങ്ങനെ തന്നെ നമ്മൾ ചോദിക്കുക, അങ്ങനെ തന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ മുന്നേറുകയും ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അക്ബർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തീർച്ചയായിട്ടും അൽഹംദുലില്ലാഹ് ഇവിടെ ജോയിൻ ചെയ്തവരിൽ തന്നെ ഒരുപാട് പേര് പിന്നെ ഹജ്ജ് ചെയ്തവരുണ്ടാവും അല്ലേ. ഒരു 1-2 അതിലകമോ ഹജ്ജ് ചെയ്തവരുണ്ടാവാം. ഒരു പ്രാവശ്യം ഇപ്രാവശ്യം ഹജ്ജിന് പോയവരുണ്ടാവാം. ഇനി അടുത്ത പ്രാവശ്യം തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. പഠിച്ചോനെ എന്തെങ്കിലും ഒരു വഴിയിൽ ഞങ്ങൾക്കും ആ ഒരു മഹത്തായ കർമ്മം ചെയ്യാൻ പറ്റണേ എന്ന് അല്ലേ. ഒരു തലത്തിലും അവർക്കൊന്നും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാരീരികമായിട്ടോ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടാവും. പക്ഷേ ആ ഒരു ദുആ തേടിക്കൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ദുആ കേൾക്കണവനാണ് അല്ലേ. അപ്പം നമ്മൾക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുക റബ്ബ് നമ്മൾ ചെയ്തവരെല്ലാവരും അത് സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുക. അതോടൊപ്പം പോകാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ അതിനെ ആഗ്രഹിക്കുകയും അതോടൊപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴേ നേടിയെടുത്തുകൊണ്ട് പോകാൻ പറ്റണം എന്നുള്ള നിയത്തോടു കൂടി തന്നെ മുന്നോട്ട് നീങ്ങാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഖബൂലും മബ്രൂറുമായ ഹജ്ജായിട്ട് നമ്മുടെ ഹജ്ജിനെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഉംറ നിർവഹിച്ചവർ ഒരുപാട് പേരുണ്ടാവും. റബ്ബ് അതുപോലെ അതെല്ലാം സ്വീകരിക്കട്ടെ. നമ്മളിത് മഖബൂലും മബ്രൂറും അങ്ങനെ തന്നെയാണല്ലോ പറയല്ലേ. അള്ളാഹു സ്വീകരിക്കുന്ന തരത്തിൽ അത് ഏറ്റവും പുണ്യമായ ഒരു അമലാക്കി തന്നെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും ഏറെയും ചെയ്യാനാണ് എല്ലാവർക്കും, ചെയ്തവർക്കും ആഗ്രഹം, ഞാനടക്കം. നമ്മൾ ആ സമയത്ത് നമ്മൾ വിചാരിക്കും റബ്ബേ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് നമ്മൾ ആ ഓരോ സ്റ്റെപ്പിലും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും. പക്ഷേ നമുക്ക് വീണ്ടും പോകാനാണ് എപ്പോഴും. നമുക്ക് ഒന്നുകൂടി പോകാൻ പറ്റിയാൽ നമുക്ക് കുറച്ചും കൂടി റബ്ബെ നന്നായിട്ട് ഒന്നുകൂടെ ചെയ്യാം. ആ ഒരു അല്ലേ ചോദ്യം നമുക്ക് റബ്ബിനോട് ചോദിക്കാം. റബ്ബ് നമുക്ക് തൗഫീക്ക് തന്നാൽ നമുക്ക് പോകാം. ഇനി പോകേണ്ട ആൾക്കാരുടെ ചാൻസ് ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. പോകുന്നവരെല്ലാവരും പോയി വരട്ടെ. എന്തെങ്കിലും നമുക്ക് ചാൻസ് കിട്ടിയാൽ നമുക്ക് പോകാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഹജ്ജിൽ നിന്ന് കിട്ടേണ്ട ആ 4 കാര്യങ്ങൾ അല്ലേ, അത് നമ്മൾ കിട്ടിയിട്ടുള്ളവരാവണം. നമ്മളെ തന്നെ ഒന്ന് ഇരുന്നിട്ട് നമ്മളൊന്ന് അല്ലേ, നമുക്കൊന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ ചിന്തിച്ചിരുന്ന് നമ്മളൊന്ന് എഴുതി നോക്കിയിട്ടോ അല്ല നമ്മളെ മനസ്സിൽ തന്നെ എഴുതി നോക്കിയിട്ടോ ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ എന്നിലുണ്ടോ, ഇനി എനിക്കത് നിലനിർത്താൻ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമല്ലോ എന്നുള്ള രീതിയിൽ. സുബ്ഹാനല്ലാഹ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ തഖ്വ, ഈമാൻ, മഗ്ഫിറത്ത്, നൂർ ഇതെല്ലാം ലഭിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നിലനിർത്താൻ റബ്ബേ നീ തന്നെ ഞങ്ങൾക്ക് ഇൽമു കൊണ്ടും അമല് കൊണ്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നന്മകൾ കൊണ്ട് നമുക്ക് പിന്നെ
കൂട്ടിത്തരണേ റബ്ബേ. നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, പ്രായമായവരുണ്ട്. അവരും ആഗ്രഹിക്കുന്നുണ്ടാകും ഇതുപോലെ കാര്യങ്ങൾ. അവരുടെ മനസ്സ് അള്ളാഹു കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ദുആകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തിനെ നൽകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് കടങ്ങൾ കൊണ്ടും പലതരം ബുദ്ധിമുട്ടുകൾ കൊണ്ടും അല്ലേ, പ്രായമായിട്ടൊന്നും അല്ലെങ്കിൽ കൂടി, എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നലെ എനിക്ക് അവരുടെ അസുഖം, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാണ്, അവരിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ബയോപ്സിക്ക് അയക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സ്കിന്നിനൊരു വല്ലാത്ത ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, സാമ്പത്തികമായിട്ട് ഒരു വല്ലാത്ത ഒരു പ്രയാസത്തിലാണ്. അവർ വീട് തന്നെ അവരെങ്ങനെയൊക്കെയോ ആണ് അത് ഉണ്ടാക്കിയത്. മക്കൾക്കും അസുഖങ്ങളുണ്ട്, അവർക്കും അസുഖങ്ങളുണ്ടായിരുന്നു. ഇപ്പം അതും കൂടി ആയപ്പം അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടാവും. ഒരുപാട് പേര് പലതരത്തിൽ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ അവരുടെയൊക്കെ ജീവിതം നീ എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. വലിയ പ്രയാസം, അവരുടെ ആ ഒരു ടെസ്റ്റ് അവർക്ക് ഏറ്റവും നല്ലതാക്കി കൊടുക്കണമേ റബ്ബേ. അവർക്കൊരു പ്രയാസമില്ലാത്ത രീതിയിൽ, അതൊരു എന്താ പറയുക, ബുദ്ധിമുട്ടല്ലാത്ത ഒരു രീതിയിലേക്ക് മരുന്ന് കഴിച്ചാൽ മാറുന്ന തരത്തിലേക്ക് റബ്ബേ നീ അതിനെ എളുപ്പമാക്കി കൊടുക്കണമേ റബ്ബേ. എന്തായാലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലും ദുആകൾ പലതരത്തിലുണ്ടാവും, പല ആഗ്രഹങ്ങൾ, പല ആദികൾ, കാര്യങ്ങൾ. നമ്മുടെ എല്ലാം ഹൃദയത്തിലുള്ള എല്ലാ ഓരോ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ എന്താണ് പറയാൻ വെച്ചിട്ടുള്ളതെന്നും ഇനി നാളെ എന്താ ചെയ്യാൻ എല്ലാം റബ്ബിനറിയാം. സുബ്ഹാനല്ലാഹ്. എന്തായാലും നമ്മുടെ മനസ്സൊക്കെ കണ്ടറിയുന്ന റബ്ബ് നമ്മളെല്ലാ ഹലാലായ ആഗ്രഹങ്ങളും സാധിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മുടെ ദുആകൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ അത് നമ്മൾ നമ്മൾ തെറ്റായതൊന്നും ചോദിക്കരുത്. നമുക്ക് അതുകൊണ്ട് നമുക്ക് നല്ല ഇൽമിനെ വേണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അങ്ങനെയും പറയുമല്ലോ. സുബ്ഹാനല്ലാഹ്. എന്തായാലും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ വദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا ربنا تقبل منا دعانا وصيامنا وركوعنا وسجودنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اعتق رقابنا من النار اللهم اعتق رقابنا من النار اللهم اعتق رقابنا من النار. اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك حسن الخاتمة اللهم إنا نسألك حسن الخاتمة اللهم إنا نسألك حسن الخاتمة. اللهم أعنا على ذكرك وشكرك وحسن عبادتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغيرا رب ارحمهما كما ربيانا صغيرا. اللهم اجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. آمين 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 يا رب العالمين. سبحانك اللهم ربنا وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.